വീട്ടിൽ വെറുതെ ഇരിക്കണോ? ഓക്കെ, വെറുതെ ഇരിക്കുന്ന സമയത്ത് മാക്സിമം എന്താ ഉള്ള സമയത്ത് കുറച്ച് ഇംഗ്ലീഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കൂ. ഇംഗ്ലീഷ് ലേണിംഗില് ഐ എം ഗുഡ്, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് വീക്ക് മുതൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ സൂമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പേര് മാറ്റാൻ ഓപ്ഷൻ ഉണ്ടാവും. സോ ബൈ ഡിഫോൾട്ട് അധിക സമയവും നമ്മളുടെ ഫോണിന്റെ പേരായിരിക്കും ഉണ്ടാവുക. ഓപ്പോ ഓപ്പോ 7 അല്ലെങ്കിൽ ഐഫോൺ 11 അങ്ങനെ അങ്ങനെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സൂം യൂസർ. നിങ്ങൾ കയറുന്ന സമയത്ത് അത് നിങ്ങളുടെ പേരിലേക്കൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ടോപ്പിക് നമ്മളിങ്ങനെ പേര് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് സൂം യൂസർ അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, യാ. ആൻഡ് ലാസ്റ്റ് വീക്ക് നമ്മൾ ടൈം കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഈ വീക്ക് നമ്മുടെ ഒരു ക്ലാസ് ഇൻസ്ട്രക്ഷൻസ് കീപ്പ് ചെയ്യുക. അത് എല്ലാ വീക്കിനും സെയിം ആയിരിക്കും. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എക്സാമ്പിൾസ് തരാൻ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾ എക്സാമ്പിൾസ് തരാം. ഓക്കെ, അതല്ലാതെ നമ്മളൊരു സംഗതി ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ അതുമായി റിലേറ്റ് ചെയ്ത സെന്റൻസുകൾ ഐ മീൻ നിങ്ങൾക്ക് ഇത് ശരിയാണ് എന്ന് ഉറപ്പുള്ളത് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ബിക്കോസ് ചാറ്റ് ബോക്സ് ഓവർലോഡ് ആവുന്ന സമയത്ത് ഞാൻ അതിലേക്കും കൂടെ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുന്നത് അതിന്റെ ഇടയിൽ കഴിഞ്ഞ വീക്ക് കുറച്ച് മിസ് ഔട്ട് ആയി പോയത് പോലെ എനിക്ക് തോന്നി. സോ ടു അവോയ്ഡ് ദാറ്റ്, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. ആൻഡ് ഓൺ ദി അതർ സൈഡ് അതിനെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഇടയിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിന്നതുകൊണ്ട് ഇതാണ് മിസ് ഔട്ട് ആയിപ്പോയി കുറച്ച് കാര്യങ്ങൾ. സോ ഇന്ന് നമ്മൾ ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ട് തന്നെ ഒരു ടൈം തന്നിരിക്കുകയാണ്. ഓക്കെ, ഇടയിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കേണ്ട. ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് ഡൗട്ട് ക്ലിയറിങ്ങിന് മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് വി ഡോണ്ട് മിസ് ഔട്ട് എനി വൺസ് ഡൗട്ട്. ഓക്കെ, അത് ഓക്കെ അല്ലേ? അതല്ല, ഇനി ഏതെങ്കിലും സ്ലൈഡിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ടൈം തരികയാണെങ്കിൽ അപ്പൊ ചോദിച്ചോളൂ. ബിക്കോസ് ഞാൻ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ചാറ്റ് ബോക്സ് നോക്കുക. ഓക്കെ, സോ എനിക്ക് ആരുടെയും ഡൗട്ട്സ് മിസ് ഔട്ട് ആവണ്ട എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആരുടെയും മിസ് ഔട്ട് ആവരുത് എന്നുള്ള ഒറ്റ നിർബന്ധം കാരണം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ക്ലാസ് ഭയങ്കര ഫോർമൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രിക്ട് റൂൾ ഫോളോ ചെയ്യാനോ ഒന്നുമല്ല. ഓക്കെ, ഹോപ്പ് യു ഓൾ ഗെറ്റ് മീ. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇന്ന് നമ്മുടെ വീക്ക് 2 റിവ്യൂ ആണ്. ദാറ്റ് ഈസ് ഫ്രം ഡേ 8 to 13. എല്ലാവരും എത്ര ഡെയിലി ടാസ്കുകൾ ചെയ്തു? ജസ്റ്റ് ഗിവ് മീ an idea. 7 on 7, 6 on 7, 5 on 7 എത്ര ചെയ്തു? Do let me know. All, wow, very good, very good. 7, 7, very good. Happy to know that. Wow, 5 on 7. Okay. അതിൽ താഴെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവരൊക്കെ എല്ലാം ചെയ്തത് കൊണ്ട് കുറവ് ചെയ്തവരെ ഇവിടെ മാറ്റി നിർത്തുന്നില്ല. ഈ ക്ലാസ്സിൽ പണിഷ്മെന്റ്സും ഇമ്പോസിഷനും ഒന്നും ഇല്ല. 7, 6, 5. ഓക്കെ, 1, 2 ആ ഒരു ലെവലൊന്നും ചെയ്ത ആരും ഇല്ല. ചെയ്തവരെല്ലാവരും okay, very good. Happy to see this. Okay. So today we'll be concentrating more on pronouns, adverbs and expressions. Expressions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന idiomatic expressions. Okay. ആൻഡ് എന്റെ വോയിസിലായാലും ഞാൻ ഡെയിലി വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിലെല്ലാവരും ഓക്കെ അല്ലേ? അതുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ, ബിക്കോസ് ദ മലയാളം മീനിങ് ഇസ് ഗിവൻ along with the expressions. സോ അത് ഓക്കെ അല്ലേ? വീണ്ടും ഭയങ്കരമായിട്ട് നിങ്ങളെയൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എല്ലാവരും അത് ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കഴിഞ്ഞ EP സെഷനിൽ ആകെ വീക്ക്ലി മാത്രമായിരുന്നു നമുക്ക് ഈ വേർഡും ഇഡിയമും ഉണ്ടായിരുന്നു. ബട്ട് കമ്മിങ് ടു നോ ദാറ്റ് ലാസ്റ്റ് EP സെഷനിൽ ഈ ഇഡിയം ഓഫ് ദി ഡേയും വേർഡ് ഓഫ് ദി ഡേയും എല്ലാവരെയും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇത് ഡെയിലി ബേസിസിൽ വെച്ചിരിക്കുന്നത്. സോ അത് ഞാൻ വോയിസിൽ പറയാത്തത് ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ കുറച്ച് സെൽഫ് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുകയും സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. സോ വിൽ മൂവ് ഓൺ. വിൽ ബി ഫോക്കസിങ് മോർ ഓൺ പ്രൊനൗൺസ് ആൻഡ് ആഡ്വർബ്സ്. ആഡ്വർബ്സ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ കോമൺ എക്സ്പ്രഷൻസ് ആൻഡ് ദെയർ മീനിങ്സ്. ഇഡിയംസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ മീനിങ്സ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഡെയിലി ലൈഫ് കൺവെർസേഷൻസിൽ യൂസ് ചെയ്യുക, ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കൂടുതലായി നോക്കാൻ പോകുന്നത്. ഓക്കെ, യാ. സോ വിൽ ബിഗിൻ വിത്ത് പ്രൊനൗൺസ്. പ്രൊനൗൺസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് പ്രൊനൗൺ? പ്രൊനൗൺസ് എന്ന് പറയുന്നത് നമ്മള്
നൗണിന് പകരം, നൗൺ എന്താണ്? ആൾക്കാരുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, വസ്തുക്കളുടെ പേരാവാം. സോ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് ഇപ്പോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരുന്ന സമയത്ത് ഞാൻ പറയാണ്, മൈ നെയിം ഇസ് ഹംന. ഹംന ഇസ് ഫാക്കൽറ്റി അറ്റ് EEP. ഹംന ഇസ് എ സൈക്കോളജി സ്കോളർ. ഇങ്ങനെ കുറെ പ്രാവശ്യം ഹംന 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 കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ആ പേരിനോട് തന്നെ വെറുപ്പാവും. അല്ലെങ്കിൽ എന്താ ആവർത്തന വിരസത എന്നൊക്കെ പറയും. ഈ റിപ്പിറ്റേഷൻ നമ്മളെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യും. സോ അത് ഒഴിവാക്കാനും നമ്മളുടെ ആ ഒരു കൺവെർസേഷനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിട്ടൺ പീസിനെ വളരെ ഫ്ലോ ഉള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സംഗതി ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. സോ എപ്പോഴും അതൊരു സ്റ്റോറി ആവട്ടെ, ഒരു ആർട്ടിക്കിൾ ആവട്ടെ, ഒരു പാരഗ്രാഫ് എഴുതട്ടെ, ആദ്യത്തെ ഒരു സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസ് അതിലധികം പ്രാവശ്യം നിങ്ങൾ എന്താണ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര് ബൈ നെയിം പറയേണ്ട ആവശ്യം ഇല്ല. യു കെൻ യൂസ് പ്രോനൗൺസ്. ഓക്കെ. ഇനിയിപ്പോ ഒരു ആർട്ടിക്കിൾ നിങ്ങളൊരു അറൌണ്ട് ഒരു 15 പാരഗ്രാഫ് ഉള്ള ഒരു ആർട്ടിക്കിൾ, ഒരു എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ എന്താണ്, ഇടയിലിടയിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു പാരഗ്രാഫിൽ വൺസ്, അതങ്ങനെ കൃത്യമായിട്ട് നല്ല ഇടയിലിടയിൽ വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു സംഗതി ആകുമ്പോൾ ടിൽ ദ എൻഡ് ഫസ്റ്റ് സെന്റൻസിൽ മാത്രം യൂസ് ചെയ്തിട്ട് ടിൽ ദ എൻഡ് നിങ്ങൾ പ്രോനൗൺസ് തന്നെ ആക്കണം എന്നില്ല. ഇടയിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങളുടെ സബ്ജക്ട് വീണ്ടും നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ. ബട്ട് ഒരു ഷോർട്ട് പീസ്, ഇപ്പൊ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഒറ്റ സെന്റൻസിലല്ലേ മൈ നെയിം ഇസ് അല്ലെങ്കിൽ മൈ സെൽഫ് എന്ന് പറഞ്ഞ ഒറ്റ പ്രാവശ്യമാണ് നിങ്ങളുടെ പേര് പറയേണ്ടത്. ബാക്കിയെല്ലാം എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുക? ഐ ആം അല്ലെങ്കിൽ മൈ വെച്ചിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. സോ നമ്മൾ പ്രോനൗൺസിനെ 4 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മളൊരു തിയറിറ്റിക്കൽ ബേസ് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളിപ്പോ ഓരോ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഓരോ പ്രോനൗൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ക്ലാസിഫൈ ചെയ്ത് ഇത് പേഴ്സണൽ ആണോ പൊസസീവ് ആണോ എന്ന് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താ ഫോർ ദ പാർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളിത് പഠിച്ചു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഓരോ സെന്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ നാലിന് ഏതൊക്കെയാണ്? പേഴ്സണൽ, പൊസസീവ്, റിഫ്ലെക്സീവ് ആൻഡ് റിലേറ്റീവ്. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ മാത്രം. ഹി ലൈക്സ് കോഫി. ഹി എന്നത് ആരാവാം? അവന് കോഫി ഇഷ്ടമാണ്. അവൻ എന്നത് ഫസ്റ്റ് സെന്റൻസിൽ എന്താണ്? രാഹുൽ ഇസ് എ 5-year-old boy. He likes coffee. അപ്പൊ എന്താണ് ഫസ്റ്റ് സെന്റൻസിൽ? രാഹുൽ 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. രണ്ടാമത്തെ സെന്റൻസിൽ എന്താണ്? രാഹുൽ ലൈക്സ് കോഫി എന്നതിന് പകരം ഹി ലൈക്സ് കോഫി. ഇനിയിപ്പോ അത് എന്താണ്? മീന ഇസ് എ 7-year-old girl എന്നായിരുന്നെങ്കിൽ ഷീ ലൈക്സ് കോഫി എന്നായിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസിൽ താജ്മഹൽ ഇസ് ലൊക്കേറ്റഡ് ഇൻ ആഗ്ര. ഇറ്റ് ഇസ് സെക്കൻഡ് സെന്റൻസിൽ എന്താണ്? നമ്മൾ താജ്മഹൽ എന്താണ്? ജീവനുള്ള വസ്തു അല്ലല്ലോ. ജീവനുള്ളതിന് മാത്രമാണ് നമ്മൾ ഹി ഷീ. അധികം മനുഷ്യർക്ക് മാത്രമാണ് നമ്മൾ ഹിയും ഷീയും യൂസ് ചെയ്യുക. മൃഗങ്ങൾക്കും പലപ്പോഴും ഇറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ പെറ്റ്. മൈ പെറ്റ്സ് നെയിം ഇസ് കിറ്റി. പിന്നെ സെക്കൻഡ് സെന്റൻസിലേക്ക് വരുമ്പോ ഇറ്റ് ഇസ് വൈറ്റ് ആൻഡ് ഫറി എന്നാണ് പറയാ. കിറ്റി എന്ന് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. കിറ്റി എന്നത് ജീവനുള്ള വസ്തു അല്ലേ. പക്ഷെ എന്നിരുന്നാലും മൃഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പെറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഇറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. സോ ഹി, ഷീ, ഇറ്റ്, ഐ, യു എന്നിങ്ങനെയുള്ളതെല്ലാം പേഴ്സണൽ പ്രോനൗൺസിലാണ് വരിക. ഒരു വ്യക്തിയെ മാത്രം, ഒരു വസ്തുവിനെ മാത്രം. ഓക്കെ. നെക്സ്റ്റ് ഇസ് പൊസസീവ്. പൊസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ പൊസിഷൻ ഓഫ്, ഐ ആം ഇൻ പൊസിഷൻ ഓഫ് ദ ബുക്ക് ആൽക്കെമിസ്റ്റ്. അതായത് എന്റെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഓണർ ആണ്. ഐ ആം ഇൻ പൊസിഷൻ ഓഫ് മൈ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് എന്റെ ഓണർഷിപ്പിലാണ്. നിങ്ങൾ വേറെ എവിടെയാണ് ഈ പൊസസീവ് എന്നുള്ള വേർഡ് കേട്ടിരിക്കുന്നത്? പലപ്പോഴും റിലേഷൻഷിപ്സിൽ നമ്മൾ കേൾക്കാറില്ലേ, അവൻ ഭയങ്കര പൊസസീവ് ആണ്, അവൾ ഭയങ്കര പൊസസീവ് ആണ്. ഇല്ലേ, കേൾക്കാറില്ലേ? യെസ് ഓർ നോ. നിങ്ങളിങ്ങനെ ചാറ്റ് ബോക്സിൽ ഒന്നും പറയാണ്ട് നിൽക്കണ്ട. ഇടയിലിടയിൽ നിങ്ങൾക്ക് യെസ് ഓർ നോ ഒക്കെ പറഞ്ഞോളൂ. യെസ്. ഓക്കെ. ആ ഒരു പൊസസീവ് എന്ന വേർഡിന്റെ ഉദ്ദേശം ഓണർഷിപ്പ് സ്ഥാപിക്കുക എന്നതാണ്. അവര് നമ്മളുടെ മാറ്റേഴ്സിൽ വളരെയധികം ഇടപെടുന്ന സമയത്താണ് നമ്മൾ പറയാം അവൻ ഭയങ്കര പൊസസീവ് ആണ്, ഒന്നിനും സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? അവർ നമ്മളുടെ മേലൊരു ഓണർഷിപ്പ് സ്ഥാപിക്കുക. അതുപോലെ ഹെർ, ഹിം എന്നിങ്ങനെയുള്ള, സോറി ഹിം അല്ല, ഹെർ, ഹിം, ഹിസ് എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം നമ്മൾ
യൂസ് ചെയ്യുക പൊസസീവ്. ദാറ്റ് ഇസ് ഹെർ ബുക്ക്. അത് അവന്റെ ബുക്കാണ്. അവന്റെ, അവളുടെ, എന്റെ എന്നിങ്ങനെയുള്ള വാക്കുകളാണ് പൊസസീവില് വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഹെർ ബുക്ക്, ദാറ്റ് ഇസ് മൈ ബുക്ക്. മൈയും മൈനും പൊസസീവില് തന്നെ വരും. ദാറ്റ് ഇസ് ബുക്ക്, ദാറ്റ് ഇസ് മൈ ബുക്ക് എന്നും പറയാം, ദാറ്റ് ബുക്ക് ഇസ് മൈൻ എന്നും പറയാം. സെയിം മീനിങ്ങിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത രണ്ട് സെന്റൻസ് ആണ്. ദാറ്റ് ഇസ് മൈ ബുക്ക് എന്നും പറയാം, ദാറ്റ് ബുക്ക് ഇസ് മൈൻ എന്നും പറയാം. ഓക്കെ, സോ ഹെർ, ഹിസ്, ദാറ്റ് ഇസ് ഹിസ് കീ, അത് അവന്റെ താക്കോലാണ്. സോ ഹിസ്, ഹെർ, മൈ, മൈൻ എന്നിങ്ങനെയുള്ളതൊക്കെ ദാറ്റ് ഇസ് യുവർ ബുക്ക്, യുവർ, YOUR, ഇതെല്ലാം പൊസസീവ്, നമ്മളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ മറ്റൊരാളുടെ വസ്തുവാണ്. അവന്റെ, അവളുടെ, എന്റെ, നിങ്ങളുടെ എന്നിങ്ങനെ വരാനുള്ളതാണ്. അതുപോലെ ദേ എന്നതിന്റെ അവരുടെ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദെയർ പ്ലേ ഗ്രൗണ്ട്, അത് അവരുടെ. ഓക്കെ, ദേ, ദെയർ എന്നിങ്ങനെയുള്ളതൊക്കെ പൊസസീവ് ആണ്. നെക്സ്റ്റ് ഇസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ അത് ആര് ചെയ്തു അല്ലെങ്കിൽ അത് ഷീ ഡിഡ് ഇറ്റ് ഹെർസെൽഫ്, അത് അവൾ തന്നെ ചെയ്തു, അവൾ സ്വന്തം ചെയ്തു. ഐ കുക്ക്ഡ് ബിരിയാണി മൈസെൽഫ്, ഞാൻ തന്നെ കുക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അത് ആരാണ് ചെയ്തത് മൊത്തമായിട്ട് അല്ലെങ്കിൽ അത് ആരുടെ നേതൃത്വത്തിലാണ് ചെയ്തത് എന്നിങ്ങനെയുള്ളത് പറയാനാണ് ഷീ ഡിഡ് ഇറ്റ് ഹെർസെൽഫ്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഹി സ്റ്റഡീഡ് ദ പോർഷൻസ് ഹിംസെൽഫ്, അത് അവന്റെ കാര്യങ്ങൾ അവൻ തന്നെ പഠിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ റിഫ്ലെക്സീവ്. യോർ സെൽഫ്, മൈ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ്. ഓക്കെ, ദെൻ കമ്മിങ് ടു റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, വിത്ത് എക്സാമ്പിൾ പറയാം. ദ പേഴ്സൺ ഹു കോൾഡ് വാസ് മൈ സിസ്റ്റർ. ആ വിളിച്ച ആളില്ലേ അത് എന്റെ സിസ്റ്റർ ആയിരുന്നു. ദാറ്റ് ഇസ് മൈ സിസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് അത് റിലേറ്റീവ് അല്ല. പക്ഷെ ഈ ഹൂം, വിച്ച്, ദാറ്റ്സ് എന്നുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് റിലേറ്റീവ് ആണ്. ദാറ്റ് പൊസസീവ് ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റിലേറ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ദ ബുക്ക് വിച്ച് ഇസ് റെഡ് ഇസ് മൈൻ. അതിൽ ഏതാണോ ചുവന്ന പുസ്തകം അതെന്റെയാണ്. ആരാണോ എന്നെ വിളിച്ചത് അതാണ് എന്റെ സിസ്റ്റർ. ഓക്കെ, നമ്മളവിടെ റിലേഷൻസ് സ്ഥാപിക്കുകയാണ്. ഏതാണോ ചുവന്ന പുസ്തകം അതാണ് എന്റേത്. ആരാണോ എന്നെ വിളിച്ചത് അതാണ് എന്റെ സിസ്റ്റർ. ദിസ് ഇസ് മൈ റോൾ മോഡൽ whom I wish to be like. ഇതാണ് എന്റെ റോൾ മോഡൽ. ഇവരെ പോലെയാണ് ഞാൻ ആവാൻ ആഗ്രഹിക്കുന്നത്. സോ whom. ഓക്കെ, സോ whom, whose. ഓക്കെ, whose book is this? ഇത് ആരുടെ ബുക്കാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് റിലേഷൻസ്, ഇത് ആരുടെ അല്ലെങ്കിൽ അതെന്റെയാണ്. ആരാണോ അത് ചെയ്തത് അതെന്റെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. സോ ഇവിടെ എന്താണ് whom, whose, which എന്നിങ്ങനെയുള്ള വാക്കുകളാണ് റിലേറ്റീവ് പ്രൊനൗൺസിൽ വരിക. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻസ് ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ യൂസേജ് he, she, it, I, you, we, they, their self, himself, yourself, who, whose, whom എന്നിങ്ങനെയുള്ളതിന്റെ എല്ലാം യൂസേജ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു 2 minutes ജസ്റ്റ് പ്രോനൗൺസും അതിന്റെ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസിലും മാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഒന്നിലേക്കും പോകണ്ട. നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റിയുടെ ഡൗട്ട്സ് ചോദിക്കാൻ സമയം തരാം കേട്ടോ. നിങ്ങൾ ചെയ്ത ടാസ്കുകളുടെ ഡൗട്ട് ചോദിക്കാൻ സമയം തരാം. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ മാത്രം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. or else give me a thumbs up. If you have any doubt regarding what we've discussed right now, you can ask here or else give me a thumbs up. Yes, him or his difference ഉണ്ട്. It is his key എന്ന് പറയാം. അത് അവന്റെ കീ ആണ്. പക്ഷെ ഇറ്റ് ഇസ് ഹിം കീ എന്ന് പറയില്ലല്ലോ നമ്മള്. ഓക്കെ, ഹിം നമ്മള് ഒരു സെന്റൻസില് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ നൗണിനെ മാറ്റുമ്പോഴാണ് ഹിം യൂസ് ചെയ്യാം. ഹിസ് യൂസ് ചെയ്യാം, അത് അവന്റേത്. ഓക്കെ, അവന്റേത് എന്നതിനാണ് നമ്മൾ ഹിസ് യൂസ് ചെയ്യുക. ഇറ്റ് ഇസ് ഹിസ് കീസ്, അത് അവന്റെ കീ ആണ്. ഹിമ്മിന്റെ റൈറ്റ് മലയാളം എന്ന് പറയുമ്പോൾ അവനെ, കോൾ ഹിം, അവനെ വിളിക്കുക. കോൾ രാഹുൽ എന്നതിന് പകരം കോൾ ഹിം. നമ്മള് ഒരു പേരിനെ സബ്ജക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഹിം യൂസ് ചെയ്യുക. പക്ഷെ ഹിം, ഹെറിന് അങ്ങനെ ഒരു ഇപ്പോ മെയിലിന് മാത്രമാണ് ഹിമ്മും ഹിസ്സും ഉള്ളത്. ഓക്കെ, ബട്ട് ഫീമെയിലിന് എപ്പോഴും ഹെർ തന്നെയാണ്. മനസ്സിലായോ? ഹിം ആൻഡ് ഹിസ്. കോൾ ഹിം, കോൾ ഹിസ് എന്ന് പറയില്ല. പ്ലീസ് കോൾ ഹിം, പ്ലീസ് കോൾ രാഹുൽ എന്നതിന് പകരം പ്ലീസ് കോൾ ഹിം എന്ന് പറയാം.
പ്ലീസ് കോൾ ഹിസ് എന്ന് പറയില്ല. അതേസമയം അത് അവന്റെ താക്കോലാണ് എന്ന് പറയാൻ ഇറ്റ് ഇസ് ഹിസ് കീസ് എന്നാണ് പറയുക. ഒരിക്കലും ഇറ്റ് ഇസ് ഹിം കീസ് എന്ന് പറയില്ല. സോ എന്താണ് ഹിസ് എന്നതിന്റെ മീനിങ് അവന്റെ എന്നും ഹിം എന്നതിന്റെ മീനിങ് അവനെ എന്നും. ഓക്കെ, ഹിം ആൻഡ് ഷഹീമ, ഐ തിങ്ക് ഹിം ആൻഡ് ഹിസ് ഡിഫറൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ ഹൂ യൂസ് ചെയ്യുന്നത് പറയാമോ? ഹൂ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ, ഹൂ ആർ യു, നിങ്ങൾ ആരാണ്, ഹൂ ഇസ് ദിസ്, ഇതാരാണ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ദ പേഴ്സൺ ഹൂ കോൾഡ് വാസ് മൈ സിസ്റ്റർ, അതായത് അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഇസ് വെയറിംഗ് ദ ഗ്രീൻ ചുരിദാർ ഇസ് മൈ സിസ്റ്റർ, ആ പച്ച ചുരിദാർ ഇട്ട് നിൽക്കുന്ന ആളാണ് എന്റെ സിസ്റ്റർ. അവിടെ നമ്മൾ റിലേഷൻ സ്ഥാപിക്കുകയാണ്. ആ പച്ച ചുരിദാർ ഇട്ട് നിൽക്കുന്ന ആൾ ആണ് എന്റെ സിസ്റ്റർ. ഇപ്പൊ ഹൂ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ദാറ്റ് ഇസ് മൈ സിസ്റ്റർ എന്നതിന് പകരം ദാറ്റ് പേഴ്സൺ ഹു വാസ് ടോക്കിംഗ് ഇസ് മൈ സിസ്റ്റർ. ഓക്കെ ഓക്കെ, ദിസ് ഇസ് ദ ടീച്ചർ ഹു ഇൻസ്പയർഡ് മീ, എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ടീച്ചർ ഇതാണ്. ഓക്കെ, സോ ഹൂ, ഹൂം, ഹൂസ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹൂസ് ഹൗസ് ഇസ് ഇൻ ദ ടൗൺ, ഇതാണ് എന്റെ ടൗണിൽ വീടുള്ള ഫ്രണ്ട്. ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹൂസ് ഹൗസ് ഇസ് ഇൻ ദ ടൗൺ, ഇതാണ് എന്റെ ടൗണിൽ വീടുള്ള ഫ്രണ്ട്. ഓക്കെ, ഹൂസ് ഹൗസ് ഇസ് ഇൻ ദ ടൗൺ. അത് നിങ്ങൾ സ്വന്തമായി ഇങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സോ ഹൂ, ഹൂം, ഹൂസ്, ഇത് മൂന്നും എങ്ങനെയാണ് മാറ്റി മറിച്ചും യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ജീവൻ എന്താണ് ദിസ് ഇസ് ഇപ്പൊ വിച്ചും യൂസ് ചെയ്യാം. നമ്മൾക്ക് റിലേറ്റീവ് നൗൺ തന്നെയാണ് വിച്ച് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? ദിസ് ഇസ് ദ ഡ്രസ് വിച്ച് ഐ വാസ് ലുക്കിംഗ് ഫോർ, ഇതാണ് ഞാൻ നോക്കി നടന്നിരുന്ന ഡ്രസ്, ഇതാണ്. ദിസ് ഇസ് ദ ഡ്രസ് വിച്ച് ഐ വാസ് ലുക്കിംഗ് ഫോർ, അവിടെ ആ വിച്ച് എന്താണ്? പ്രോനൗൺ ആണ്. എന്താണ് ആ സമയം നമ്മൾ എന്താണ് എങ്ങനത്തതായിരുന്നു നമ്മൾ നോക്കി നടക്കുന്നത് എന്നുള്ളതിന് പകരം നമ്മൾ പറയാണ് ദിസ് ഇസ് ദ ഡ്രസ് വിച്ച് ഐ വാസ് ലുക്കിംഗ്. ഓക്കെ, ഇതാണ് ആ ഡ്രസ്സ്, ഏതാണോ ഞാൻ നോക്കിയിരുന്നത് ഇത് അത് തന്നെയാണ്, എങ്ങനത്തതാണോ എനിക്ക് വേണ്ടിയിരുന്നത് ഇത് അത് തന്നെയാണ്. ദിസ് ഇസ് ദ ഡ്രസ് വിച്ച് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഓക്കെ, സോ ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ഇത് നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. മറിയം ക്ലിയർ ആണോ ഹൂ വെച്ചിട്ടുള്ളത്? ഹെറും ഹെർസും സെയിം ആണോ എന്ന് ചോദിച്ചാൽ മീനിങ് സെയിം, പക്ഷേ അതിന്റെ യൂസേജിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഹെർ ബുക്ക്, ഇത് അവളുടെ ബുക്കാണ്. അവിടെ എന്താണ് നമ്മൾ നൗൺ ബുക്ക് എന്ന സബ്ജക്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ഹെർ ബുക്ക്, ഇത് അവളുടെ പുസ്തകമാണ്. സബ്ജക്റ്റിനെ അല്ല, സോറി, ഒബ്ജക്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതേസമയം നമ്മള് ഒരാൾ ചോദിക്കുകയാണ് ഹൂസ് ബുക്ക് ഇസ് ദിസ്, അപ്പൊ നമ്മൾ ഇത് അവളുടേതാണ് എന്ന് മാത്രം പറയണം. ഇത് അവളുടെ ബുക്കാണ് എന്ന് പറയാതെ ഇറ്റ് ഇസ് ഹെർ ബുക്ക് എന്ന് പറയാതെ ഇത് അവളുടേതാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇറ്റ് ഇസ് ഹെർസ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? മീനിങ് സെയിം ആണ്, ബട്ട് യൂസേജ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ ചോദിക്കുകയാണ് ഹൂസ് ഫോൺ ഇസ് ദിസ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാണ് ഇറ്റ് ഇസ് ഹെർ ഫോൺ, ഇത് അവളുടെ ഫോണാണ്. ഇനി ഫോൺ എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യാതെ ഇത് അവളുടേതാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇത് ഹംനയുടേതാണ് എന്ന് മാത്രം പറയാൻ നമ്മൾ ഇറ്റ് ഇസ് ഹംനാസ് എന്ന് പറഞ്ഞാൽ ഹംന അപ്പോസ്ട്രോഫി എസ് ഇടില്ലേ, അതിന് പകരമാണ് നമ്മൾ ഹെഴ്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഹെഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഹെഴ്സ് എന്ന് എഴുതുന്ന സമയത്ത് നമ്മൾ അപ്പോസ്ട്രോഫി ഇടാറില്ല. ഓക്കെ, സോ യൂസേജ് ഇസ് ഡിഫറെന്റ് ബട്ട് മീനിങ് ഇസ് സെയിം. ഐ ഹോപ്പ് ആര്യ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. റിഫ്ലെക്സീവ് പ്രോനൗൺസ് എക്സ്പ്ലെയിൻ ചെയ്യോ? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ അത് അവൾ തന്നെ ചെയ്തു, അത് ഞാൻ തന്നെയാണ് ചെയ്തത്, അല്ലെങ്കിൽ തന്നെ, അത് തന്നെ എന്നൊക്കെയുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഫ്ലെക്സീവ് നൗൺസ് യൂസ് ചെയ്യുന്നത്. ഷീ ഡിഡ് ഇറ്റ് ഹെർസെൽഫ്, അത് അവൾ തന്നെയാണ് ചെയ്തത്. ദ കാർ ഗോട്ട് റിപ്പയർഡ് ഇറ്റ് സെൽഫ് എന്നുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് ആ കാറ് കേടായിരുന്നു, പക്ഷെ അത് തന്നെ ശരിയായി, ആരും ചെയ്യേണ്ടി വന്നില്ല. ദ കാർ റിപ്പയർഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, ദ റേഡിയോ ഗോട്ട് സ്പോയിൽഡ് ഇറ്റ് സെൽഫ്, ആ റേഡിയോ തന്നെ ഇരുന്ന് കേടായി പോയി. ഓക്കെ, ദ ബേബി ഏറ്റ് ഫുഡ് ഓൾ ബൈ ഹിംസെൽഫ്, ആ കുട്ടിയുടെ ഭക്ഷണം എല്ലാം സ്വന്തം തന്നെ കഴിച്ചു. മനസ്സിലായോ ശ്രീഗംഗ? ഓക്കെ, പ്രീത പ്രദീപ്, ഹി എന്നതിന് ഹിമ്മും ഹിസ്സും ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഹിം എന്നത് കോൾ ഹിം, അവനെ എന്ന മീനിങ്ങിനാണ്. ബട്ട് ഷീ, ഹെർ ആൻഡ് ഹേഴ്സേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കോൾ ഹെർ, അവളെ എന്ന മീനിങ് വരാനും അവളുടെ എന്ന മീനിങ് വരാനും ഹെർ എന്നൊറ്റ വേർഡ് മാത്രമേ ഫീമെയിലിനുള്ളൂ. ബട്ട് കമ്മിങ് ടു മെയിൽ വി ഹാവ് ഹിം ആൻഡ് ഹിസ്. ഓക്കെ പ്രീത, ഹൂം എവിടെയൊക്കെയാണ് യൂസ് ചെയ്തത്? ഞാൻ വൺസ് പറഞ്ഞിരുന്നു. ആനന്ദ് ക്ലിയർ ആയോ? ഹൂം
എന്താ ദിസ് ഇസ് മൈ ടീച്ചർ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ. ദിസ് ഇസ് ദ ടീച്ചർ. ഇതാണ് ടീച്ചർ. ആര് ഏത് ടീച്ചർ? ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ദിസ് ഇസ് ദ ടീച്ചർ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. ഓക്കെ. ദിസ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ വാണ്ട് ടു ബി ലൈക്ക്. അല്ലെങ്കിൽ ദിസ് ഇസ് ദ റോൾ മോഡൽ. ഇതാണ് എന്റെ റോൾ മോഡൽ. ഏത്? എനിക്ക് ഇവരെ പോലെയാണ് ആവേണ്ടത്. ദിസ് ഇസ് ദ റോൾ മോഡൽ ഹൂം ഐ വാണ്ട് ടു ബി ലൈക്ക്. ഓക്കെ, ക്ലിയർ ആണോ ആനന്ദ്? വിച്ച് പ്ലേസ് ഐ എം അറൈവ് പറയുമോ? മറിയം, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ലേ? യെസ് യെസ്, റിലേറ്റീവ് പ്രൊനൗൺസിൽ വേർ വരും ട്ടോ. ദിസ് ഇസ് ദ പ്ലേസ് വേർ ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റേ. ഹൂം വിച്ച് ഒക്കെ കൂടെ തന്നെ നമ്മൾ വേറും യൂസ് ചെയ്യും. ദിസ് ഇസ് ദ പ്ലേസ് വേർ ഐ വാണ്ടഡ് ടു സ്റ്റേ. അല്ലെങ്കിൽ ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് ദ ഹൗസ് വേർ ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റേ. ഓക്കെ, വേറും യൂസ് ചെയ്യുവേ. ഗുഡ് വൺ. റിലേറ്റീവ് പ്രൊനൗണിൽ തന്നെ വരും. ഹെർ ആൻഡ് ഹേഴ്സ് രണ്ടും സെയിം ആണോ? ഐ തിങ്ക് അത് അതിന് ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഷെയർ റിയൽ ലൈഫ് പ്രൊനൗൺ ഓഫ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. അതും ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ദ പ്രൊഫസർ ഹൂം ദ സ്റ്റുഡൻസ് റെസ്പെക്ടഡ് റിട്ടയർഡ് ലാസ്റ്റ് ഇയർ. ഓക്കെ, വെരി ഗുഡ്. പേഴ്സണൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മാത്രം സൂചിപ്പിക്കാനോ. ഹി ലൈക്സ് കോഫി. അവന് കോഫി ഇഷ്ടമാണ്. ഷീ ഡാൻസസ് വെൽ. അവള് നല്ലോണം ഡാൻസ് കളിക്കും. ഇറ്റ് ഇസ് മൈ പെൻ. അത് എന്റെ പേനയാണ്. ഓക്കെ, ഇറ്റ് ഇസ് മൈ പെറ്റ്. അത് എന്റെ പെറ്റാണ്. പേഴ്സണൽ ആകെ വരുന്നത് ഹി, ഷീ, ഇറ്റ്, ഐ, യു. ഓക്കെ, പിന്നെ വി, ദേ, അതെല്ലാം പേഴ്സണൽ തന്നെ വരും. വി, നമ്മൾ. വി ആർ എ ഫാമിലി. നമ്മൾ ഒരു ഫാമിലിയാണ്. വി ആർ ദ ഇപി ഫാമിലി. നമ്മളാണ് ഇപി ഫാമിലി. ദേ ആർ ദ ബെസ്റ്റ് ടീം. അവരാണ് ഏറ്റവും ബെസ്റ്റ് ടീം. ഓക്കെ, വി, ദേ, ആർ എന്നിങ്ങനത്തെ എല്ലാം പേഴ്സണലിൽ വരും. റിലേറ്റീവ് വാട്ട് യൂസ് ചെയ്യാറുണ്ടോ? യെസ്, ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ടഡ്. വാവ്, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. വാട്ട്, വെയർ, വിച്ച്, ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്സിൽ വരുന്ന എല്ലാം, WH ക്വസ്റ്റ്യൻസിൽ വരുന്ന എല്ലാം തന്നെ റിലേറ്റീവ് നൗൺസിൽ വരും കേട്ടോ. ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് വാട്ട് യു ടോട്ട് യെസ്റ്റർഡേ. അയ്യോ സാൻഡ്ര, ശരിക്കും ഇത് സത്യം പറഞ്ഞതാണോ അതോ എക്സാമ്പിൾ സെന്റൻസ് മാത്രമാണോ? വിച്ച് യൂസ് ചെയ്ത സെന്റൻസ് കറക്റ്റ് ആണോ? ദിസ് ഇസ് ദ പ്ലേസ് വിച്ച് ഐ അറൈവ്. This is the place where I arrive. Okay, where ആയിരിക്കും പ്ലേസസ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആപ്റ്റ്. ഹെർ ആണോ ഹേഴ്സ് ആണോ യൂസ് ചെയ്യുക? ഷമീമ, നമ്മൾ പറഞ്ഞു രണ്ടും യൂസ് ചെയ്യും. നമ്മൾ ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഹെർ യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഹൂസ് പെൻ ഇസ് ദിസ്? ഇറ്റ് ഇസ് ഹെർ പെൻ. അവിടെ എന്താണ് ഒബ്ജക്ട്? പെൻ എന്തെന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ഈ പെൻ മെൻഷൻ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇത് ആരുടേതാണ്? ഇത് ആരുടെ പെന്നാണ്? ഹൂസ് പെൻ ഇസ് ദിസ്? ഇറ്റ് ഇസ് ഹെർസ്. ഇത് അവളുടേതാണ് എന്ന് പറഞ്ഞു നിർത്തുന്ന സമയത്താണ് നമ്മൾ ഇറ്റ് ഇസ് ഹെർസ്. ഇറ്റ് ഇസ് ഹംനാസ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഷെമീമാസ് എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ട് പറയാറില്ലേ? ആ അപ്പോസ്ട്രോഫിക്ക് പകരം നമ്മൾ ഹെർസ്, ഹെറിന് ഒരു അപ്പോസ്ട്രോഫി ഇടുമ്പോഴാണ് അത് ഹെർസ് ആവുന്നത്. പക്ഷെ ആ ഒരു വാക്ക് പലപ്പോഴും അപ്പോസ്ട്രോഫി ഇല്ലാണ്ടാണ് എഴുതാറ് കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ദ ബുക്ക് വാട്ട് അല്ല വിച്ച് ഐ എം ലുക്കിംഗ് ഫോർ. ദിസ് ഇസ് ദ ബുക്ക് വിച്ച് ഐ എം ലുക്കിംഗ് ഫോർ. ഓക്കെ, ആനന്ദ് അതൊന്ന് ക്ലിയർ ചെയ്യണേ. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മൾ പ്രോനൗൺസ് ക്രോസ് ചെയ്യാണ്. ഇനിയും ഡൗട്ട്സ് ഉള്ളൊരു ഹോൾഡ് ഓൺ. ഇനിയും ഡൗട്ട് ക്ലിയറൻസിന് ടൈം തരാം. ഓക്കെ, തൽക്കാലം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. The wallet that was missed last week was found in my car. Relative pronoun, right? That was missed last week. ഇവിടെ ഏതാണ് റിലേറ്റീവ് പ്രോനൗൺ? ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ that ആണ്. The wallet that was missed last week was found in my car. ഓക്കെ, ഇവിടെ റിലേറ്റീവ് നൗൺ the wallet that was missed. മിസ്സായത്. അവിടെ എന്താണ് നമ്മൾ ഒരു കാര്യമായിട്ട് അത് റിലേറ്റ് ചെയ്യണം. ദാറ്റ് വാസ്, അന്ന് മിസ്സായത്, അല്ലെങ്കിൽ ഇയാളെ പോലെ, അല്ലെങ്കിൽ ആ വിളിച്ചത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്താണ് അത് റിലേറ്റീവ് ആവുന്നത്. സോ ദ വാലഡ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദാറ്റ് പൊസസീവ് നൗണും ആണ്. അല്ല, ദാറ്റ് പൊസസീവ് അല്ല, ദാറ്റ് റിലേറ്റീവ് നൗൺ തന്നെയാണ്. പൊസസീവ് നൗൺ ഹെർ, ഹിസ്, ഹിംസ്. ഹെറും ഹിസ്സും ആണ് പൊസസീവ് നൗണിൽ വരിക. ഓക്കെ 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 ഇനിയുള്ള ഡൗട്ട്സ് ഹോൾഡ് ഓൺ ചെയ്യട്ടോ. We'll discuss it towards the end. Okay. Next is adverbs. നമ്മൾ adverbs എന്താണെന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ adjectives പോലെ, adjectives എന്താണ്? നമ്മളുടെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് adjective. Adverb എന്ന് പറയുന്നത് നമ്മളുടെ വേർബിന് കൂടുതൽ ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് adverb. പലപ്പോഴും ഒരു adverb ക്ലാരിറ്റി തരുന്നത് how, where, when
എന്നിങ്ങനെയോ, അല്ലെങ്കിൽ ഹൗ ഓഫൺ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹൗ ഡിഡ് ഷി ഡു, ഹൗ ഡിഡ് ഷി റൺ, എന്തെങ്കിലും ഒരു മാനറിസം, അല്ലെങ്കിൽ വേർ എവിടെ, അല്ലെങ്കിൽ വെൻ എപ്പോഴെത്തി. ഐ റീച്ച്ഡ് യെസ്റ്റർഡേ, യെസ്റ്റർഡേ എന്ന് ഉള്ളത് അപ്പോ അവിടെ ഒരു ആഡ്വേർബ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ ഹൗ, വേർ, വെൻ, ഹൗ ഓഫൺ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ വീണ്ടും ആഡ്വേർബ്സും 4 ആക്കി ക്ലാസിഫൈ ചെയ്യാം. മാനർ, പ്ലേസ്, ടൈം, ഫ്രീക്വൻസി. ഇങ്ങനെ പൊതുവെ 4 കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആഡ്വേർബ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ്വേർബ്സ് പൊതുവെ ഡിസ്ക്രൈബ് ചെയ്ത് വരുന്നത് ഈ 4 കാര്യങ്ങളെയാണ്. ഓക്കെ, ആൻഡ് ആഡ്വേർബ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് പ്ലേസ്മെന്റ് ഇൻ സെന്റൻസസ്. ഈ 4 രീതിയിൽ ആഡ്വേർബ്സ് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെയല്ല നമ്മൾ പ്ലേസ് ചെയ്യുക. പ്ലേസിംഗിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വിൽ ബിഗിൻ വിത്ത് ആഡ്വേർബ്സ് ഓഫ് മാനർ. മാനറിസം, ഒരാൾ ചെയ്യുന്ന കാര്യത്തിന്റെ, ഹി ഓൾവേസ് വാക്സ് ഫാസ്റ്റ്ലി, എപ്പോഴും വളരെ വേഗത്തിലാണ് നടക്കുക. ഹി ഫാസ്റ്റ്ലി വാക്സ്. സോ ഇവിടെ മാനർ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഷീ ക്വിക്ലി അഗ്രീഡ്. സോ ഇവിടെ എന്താണ്, ഷീ എന്നത് സബ്ജക്റ്റ് ആണ്, ക്വിക്ലി എന്നത് ആഡ്വേർബ് ആണ്, അഗ്രീഡ് എന്നത് വേർബ് ആണ്. വേർബിന് മുമ്പാണ് ആഡ്വേർബ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഷീ അഗ്രീഡ് ക്വിക്ലി എന്ന സെന്റൻസും കറക്റ്റ് ആണ്. ഓക്കെ, ഷീ ക്വിക്ലി അഗ്രീഡ് എന്ന് പറയുന്നതും കറക്റ്റ് ആണ്, ഷീ അഗ്രീഡ് ക്വിക്ലി എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടും തമ്മിൽ മീനിങ് ഡിഫറൻസ് ഇല്ല കേട്ടോ. ഷീ ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി, ഷീ ബ്യൂട്ടിഫുള്ളി ഡാൻസ്ഡ്. ഓക്കെ, അതുപോലെ ഹി റാൻ ഫാസ്റ്റ്ലി, വേഗത്തിൽ ഓടി, ഹി ഫാസ്റ്റ്ലി റാൻ എന്ന് പറയുന്നതും ശരിയാണ്. സോ നമ്മൾ മാനേഴ്സ്, ഏതെങ്കിലും ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു മാനറിസം കാണിക്കുന്ന വേർബ് യൂസ് ചെയ്യുന്ന സമയത്ത് ആഡ്വേർബ് വേർബിന്റെ ശേഷം ആയാലും മുമ്പിലായാലും, ബിഫോർ ഓർ ആഫ്റ്റർ ദ വേർബ് കറക്റ്റ് ആണ്. ഓക്കെ, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളിയും കറക്റ്റ് ആണ്, ഷീ ബ്യൂട്ടിഫുള്ളി സിങ്സും കറക്റ്റ് ആണ്, ഷീ ക്വിക്ലി അഗ്രീഡ് കറക്റ്റ് ആണ്, ഷീ അഗ്രീഡ് ക്വിക്ലിയും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈം. ടൈമിൻ്റെത് ഇവിടെ ആഡ്വേർബ് ഏതാണ്, സൂൺ. അറൈവ് എന്നതാണ് ആക്ഷൻ, എപ്പോൾ അറൈവ് ചെയ്യും. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, എപ്പോ എത്തും. വെൻ എന്നതിന്റെ ആൻസർ ആയിട്ടാണ് സൂൺ. സോ ഹി വിൽ അറൈവ് സൂൺ. ഇവിടെയും ഇവിടെ ഹി വിൽ സൂൺ അറൈവ് എന്ന സെന്റൻസ് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഹി വിൽ അറൈവ് സൂൺ. നമ്മൾ ടൈം പറയുന്ന സമയത്ത് എപ്പോഴും വേർബിന് ശേഷം ആഡ്വേർബ് വെക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ്. അതാണ് ഹി വിൽ സൂൺ അറൈവ് എന്ന് പറയൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും കറക്റ്റ് യൂസേജ്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ ഭംഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സ് എപ്പോഴും പറയുന്നത് ഹി വിൽ അറൈവ് സൂൺ. ടൈമിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതിയെടുത്തോ കേട്ടോ. ഓക്കെ, ഹി വിൽ അറൈവ് സൂൺ എന്നത് ഹി വിൽ സൂൺ അറൈവിൽ തെറ്റില്ല. പക്ഷെ ദ ബെസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് ഹി വിൽ അറൈവ് സൂൺ ആണ്. ഓക്കെ, ഹി ഹാവൻ അറൈവ് അൺടിൽ ഈവനിങ്. അൺടിൽ ഈവനിങ്. സോ അൺടിൽ എന്നതും എന്താണ്, നമ്മൾ ടൈം ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ടൈം ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആഡ്വേർബ് ആണ് അൺടിൽ. ഓക്കെ, ആൻഡ് ചില ആഡ്വേർബ്സും പ്രപ്പോസിഷൻസും കോയിൻസൈഡിങ് ആണ് കേട്ടോ. അൺടിൽ പ്രപ്പോസിഷൻസിലും വരുന്നതാണ്. ഇവിടെ അറൈവ് അൺടിൽ എന്ന് പറയുമ്പോൾ ഓഫൺ മീനിങ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അല്ല, ഓഫൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ്. ഐ ഓഫൺ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ്, പലപ്പോഴും അല്ല എപ്പോഴും ആണ്. ഓക്കെ, സിൻസ് എന്തായിരുന്നു, കൺജങ്ഷൻ ആണ് കേട്ടോ. സിൻസ് നമ്മൾ കൺജങ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുക. ഐ എം നോട്ട് വെൽ സിൻസ് മോർണിംഗ്. ഓക്കെ, അത് ആഡ്വേർബ് അല്ല. ദെൻ നെക്സ്റ്റ് ഇസ് ഫ്രീക്വൻസി. നമ്മളൊരു കാര്യം എത്ര ചെയ്യുന്നുണ്ട്. ഐ ഓഫൺ ഗോ ടു ദ സിനിമ. ഞാൻ എപ്പോഴും സിനിമയ്ക്ക് പോവാറുണ്ട്. ഷീ ഓഫൺ ഈറ്റ്സ് നൂഡിൽസ്. സോ ഓഫൺ എന്നത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ദേ ഗോ ടു ദ സിനിമ ഓഫൺ എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ദേ ഓഫൺ ഗോ ടു ദ സിനിമ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. സോ ഫ്രീക്വൻസിയുടെ കാര്യം വരുമ്പോൾ ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ആഡ്വേർബ് ബിഫോർ ഓർ ആഫ്റ്റർ ദ സബ്ജക്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദേ ഓഫൺ ഗോ ടു ദ സിനിമയും കറക്റ്റ് ആണ്. ദേ ഗോ ടു ദ സിനിമ ഓഫണും കറക്റ്റ് ആണ്.
ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോ ഓഫൺ എന്നതിന് പലപ്പോഴും എന്ന മീനിങ് ആണ് വരുന്നത്. പക്ഷെ നമ്മള് യെസ്, ഓഫൺ പലപ്പോഴും ആൻഡ് ഓൾവേസ് എപ്പോഴും. പക്ഷെ ഐ ഓഫൺ ഡു ഇറ്റ് എന്ന് നമ്മളൊരു നേറ്റീവ് സ്പീക്കർ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കുന്ന ഒരാൾ പറയുന്ന സമയത്ത് അതിന്റെ മീനിങ് വരുന്നത് ഞാൻ അത് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് കുറെ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, വല്ലപ്പോഴും വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ എന്നതിന് they seldom go to the cinema. Seldom, seldom, seldom. Okay, so always and often actually synonyms alla, but native speakers almost use it like synonyms. I often do that എന്ന് പറഞ്ഞാൽ ഞാൻ അത് എപ്പോഴും ചെയ്യും എന്നാണ് കേട്ടോ അതിന്റെ മീനിങ് വരുന്നത്. സോ ഇവിടെ പലപ്പോഴും എപ്പോഴും എന്നുള്ളത് ഏകദേശം ഒരു സെയിം മീനിങ്ങിലാണ് നമ്മൾ ഓഫൺ ഓൾവേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഡിക്ഷണറി ബേസ് ചെയ്ത് മീനിങ് നമ്മൾ നോക്കുമ്പോൾ ഓൾവേസ് ഇസ് എപ്പോഴും ആൻഡ് ഓഫൺ ഇസ് ഓൾവേസ് എപ്പോഴും, ഓഫൺ പലപ്പോഴും ആണ്. ബാക്കി വൊക്കാബുലറി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യട്ടോ. ഞാൻ പറഞ്ഞു ഇടയിൽ ഡൗട്ട്സ് ചോദിക്കില്ല, ഐ ഗിവ് ടൈം. ഓക്കെ പ്ലീസ്. സെൽഡം നെഗറ്റീവായി യൂസ് ചെയ്യുമോ? വെയിറ്റ്, ഡൗട്ട്സ് ചോദിക്കില്ല, ഐ ഗിവ് ടൈം. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ്. ദി ഓഫൺ ഗോ ടു ദ സിനിമ അത് പറഞ്ഞു. ഓഫൺ എന്നത് നിങ്ങൾക്ക് ബിഫോർ ദ സബ്ജക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ദ സബ്ജക്ട് യൂസ് ചെയ്യാം, അല്ല ബിഫോർ ഓർ ആഫ്റ്റർ ദ വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, they often go to the cinema അല്ലെങ്കിൽ they often go to the playground, they go to the playground often. Okay, ഇനി നെക്സ്റ്റ് adverbs of place ഉണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പ്ലീസ് ഗിവൻ ചാറ്റ് ബോക്സ്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ട ഭാഗമാണ്. adverbs of places നമ്മൾ മാനർ, ടൈം, ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്ക് വെച്ചിട്ടോ നോട്ട് ചെയ്തിട്ടോ, ആവശ്യമുള്ളവർ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, പറയുന്നതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും പലർക്കും അറിയുന്നുണ്ടാവും, അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇഫ് പോസിബിൾ ഇംഗ്ലീഷിൽ തന്നെ നോട്ട് ചെയ്തോളൂ. ഇംഗ്ലീഷിൽ നോട്ട് ചെയ്താൽ മനസ്സിലാവാനുള്ള ഒരു ലെവൽ എത്താത്തവരും മലയാളത്തിൽ നോട്ട് ചെയ്യും. ഇല്ല, ഹിയർ, ബിലോ, ബിറ്റ്വീൻ എല്ലാം ആഡ്വർബ്സ് ആയിട്ടും പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ എക്സാക്ട്ലി പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഇല്ല, ബിലോ, ബിറ്റ്വീൻ, യെസ്, പൊസിഷൻസ് ആയിട്ട് വരും. പൊസിഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വരും. ഓക്കെ, ഐ ഓൾവേസ് കം ഹിയർ, ഐ മെറ്റ് ഹർ അറ്റ് ദ ഹോട്ടൽ. ഐ മെറ്റ് ഹർ അറ്റ് ദ ഹോട്ടലിൽ ആഡ്വർബ് ഇല്ല കേട്ടോ, അറ്റ് പ്രപ്പോസിഷൻ ആണ്. ഐ മെറ്റ് ഹർ അറ്റ് ദ ഹോട്ടലിൽ ആഡ്വർബ് വന്നിട്ടില്ല. ബട്ട് ഹിയർ, ദേർ, ഡൗൺ സ്റ്റേഴ്സ്, അപ് സ്റ്റേഴ്സ്, അതെല്ലാം ബിലോ, ബിറ്റ്വീൻ, അതെല്ലാം നമുക്ക് ആഡ്വർബ്സ് ആയിട്ടും പറയാം. സോ കുറെയൊക്കെ പ്രപ്പോസിഷൻസും ആഡ്വർബ്സിനും സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. നിയർ ബൈ, ഫാർ അവേ, അറൌണ്ട്. I am around the market. ഞാൻ ഈ മാർക്കറ്റിന് ചുറ്റുമുണ്ട്. I am around the market. My house is nearby the police station. Okay. ഇനി നമ്മൾ പ്ലേസിന്റെ കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഡ്വർബ്സ് ഓഫ് പ്ലേസ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഒന്നില്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഇടയിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം. My best friend's house is nearby. അവിടെ എവിടെയാണ് നിയർ ബൈ എന്ന ആഡ്വർബ് വന്നത്? സെന്റൻസിന് ശേഷം, അല്ലെ? രണ്ട് സബ്ജക്റ്റുകൾക്ക് ശേഷമാണ് അത് വന്നത്. മൈ ആൻഡ് മൈ ഫ്രണ്ട്സ് ഹൗസ് ഇസ് നിയർ ബൈ. ഓക്കെ, ദെൻ ഫാർ അവേ, മൈ ഹൗസ് ഇസ് ഫാർ അവേ ഫ്രം മൈ ഫ്രണ്ട്സ് ഹൗസ്. ഇവിടെ എന്താണ്? രണ്ടിന്റെയും ഇടയിൽ വന്നു. ഇവിടെ ആക്ച്വലി വേർബ് അല്ല. മൈ ഫ്രണ്ട്സ് ഹൗസ്, മൈ ഹൗസ് എന്നതൊക്കെ സബ്ജക്റ്റ് ആണ്. Adverbs of place is same as prepositions of place. Okay, സെയിം തന്നെയാണ്. നമ്മൾ adverbs ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻസിൽ അതങ്ങനെ വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ആഡ്വേർബ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ പ്ലേസിംഗ് എല്ലാം നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാനറിസം നമ്മൾ പറഞ്ഞു, വേർബിന്റെ മുമ്പോ ശേഷമോ, ആഫ്റ്റർ ബിഫോർ ദ വേർബ് യൂസ് ചെയ്താൽ കറക്റ്റ് ആണ്. Please ask the doubts in chat box, please. ഇപ്പോ സെന്റൻസ് വിത്ത് ആഡ്വർബ്സ് പറയുകയാണെങ്കിൽ, കം ഹിയർ. കം എന്നതൊരു ആക്ഷൻ അല്ലേ, വേർബ് അല്ലേ? കം ഹിയർ, ഹിയർ ഇവിടെ വാ. ഹിയർ എന്നത് ഇവിടെ. സോ ഇവിടെ ഹിയർ എന്നത് ആഡ്വർബായി. ഓക്കെ, ഓപ്പോസിറ്റ് വരുമ്പോ മനസ്സിലായില്ല. ഓപ്പോസിറ്റ് വരുമ്പോ എന്തിന്റെ ഓപ്പോസിറ്റ് ആണ്? കം ഹിയർ, ഗോ ദേർ. The child went nearby the well. The child went nearby the well. ആ കുട്ടി went പോയി എന്നത് ആക്ഷൻ ആണ്, വേർബ് ആണ്. എവിടെ പോയി? nearby the well, കിണറിന്റെ അടുത്തേക്ക് പോയി. ഓക്കെ, he was standing far away from the table. Standing എന്നത് വേർബ് ആണ്. എവിടെയാണ് നിന്നിരുന്നത്? far away from the table.
He was standing far away from the table. So അവിടെ എന്താണ് far away. The children were playing around the tree. Playing എന്നത് എന്താണ് verb ആണ്. എവിടെയാണ് കളിച്ചിരുന്നത്? Around, മരത്തിന് ചുറ്റും, around the tree. Okay. Clear ആയോ? നമ്മൾ come here, go nearby the shop. അപ്പൊ നമ്മൾ വെർബിന് ശേഷം എവിടെ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം, ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതൊക്കെ പ്ലേസിൽ വരും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കം ഇൻ, സിറ്റ് ഡൗൺ. യെസ്, ഐഫോൺ 15 Pro ആരാണെന്ന് അറിയില്ല, ആൾ പറഞ്ഞെല്ലാം ശരിയാണ്. സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുന്നതെല്ലാം അവിടെ ഡൗൺ അപ്പ് എന്നതെല്ലാം adverbs of place ആണ്. You can sit anywhere. The airplanes flew above the clouds. Good sentences. Often ഒന്നുകൂടി പറയാമോ? Often നമ്മളൊരു കാര്യം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നുണ്ടോ, ഇടക്കാണോ ചെയ്യുന്നത്, ചെയ്യാറേ ഇല്ലേ? I never go to the cinema. ഞാൻ സിനിമയ്ക്ക് പോവാറേ ഇല്ല. I seldom go to the cinema. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ സിനിമയ്ക്ക് പോവാറുണ്ട്. I often go to the cinema. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയിലിടയിൽ സിനിമയ്ക്ക് പോവാറുണ്ട്. I always go to cinema. ഞാൻ എപ്പോഴും സിനിമയ്ക്ക് പോവാറുണ്ട്. Okay? But native speakers ഈ often always almost ഒരു similar meaningലാണ് യൂസ് ചെയ്യുന്നത്. I hope it's clear. She was sang perfectly or she was sung perfectly. She sang perfectly എന്നാണ് കേട്ടോ പറയാ. She sang perfectly. She was sang എന്ന് പറയില്ല. That's a wrong usage. So I hope it's clear. Okay. And next. പതിവായി, often. ഞാൻ പതിവായി ചെയ്യാറുണ്ട്. I often take a bath in morning. ഞാൻ എപ്പോഴും പതിവായി എന്നുള്ളതിന് often എന്നാണ് കേട്ടോ. Often യൂസ് ചെയ്യാം. Usually. I usually bath in the morning. Okay. Usually and often has the same meaning. പൊതുവെ അല്ലെങ്കിൽ പതിവായി ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. Okay. Then next is exercise review. നിങ്ങളുടെ ഈ ഒരു day 8 to day 13 വന്നിട്ടുള്ള നിങ്ങളുടെ എക്സസൈസുകളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ please do ask. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡെയിലി ടാസ്കുകളിൽ വന്നിരിക്കുന്ന ഡൗട്ട്സ് നിങ്ങളിവിടെ ക്ലിയർ ചെയ്യുക. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ടാസ്കുകൾ എന്തായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ. നിങ്ങൾ ആരെങ്കിലും വെയിറ്റ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നതിന്റെ ഇടയിൽ ഇടിയും പറയാമോ, അത് പറയാമോ? നോ, വിൽ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സോൺലി ഡൗട്ട്സ് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ ടൈം തരും. ഇടയിൽ ചോദിക്കല്ലേ, നമ്മുടെ ഫ്ലോ നഷ്ടപ്പെടാം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കൺസേൺസ് നമ്മളിവിടെ അഡ്രസ് ചെയ്യും. ഓക്കെ, യാ. സോ നിങ്ങളുടെ ഈ ഒരു ടൈം നിങ്ങളുടെ ഡെയിലി ടാസ്കുകളിലെ ഡേ 8 to 13 ഡെയിലി ടാസ്കുകൾ. സോ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഡെയിലി ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് ഉള്ളത് എഴുതി വെക്കുക. എല്ലാ വീക്കും നമ്മൾ ഡെയിലി ടാസ്കുകളിലെ ഡൗട്ട്സ് മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം കീപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡേ കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം ഡേ 8 to 13 അപ്പൊ എനിക്കിവിടെ റെഫർ ചെയ്യാൻ ഈസിയാണ്. ഏത് ഡെയിലിയും കൂടെ എന്ന് പറഞ്ഞാൽ ഈസിയാ. ഡേ 8, ഡേ 9 അങ്ങനെ പറഞ്ഞാൽ മതി. Their certificates are above the diary എന്ന് പറയോ? Their എന്ന് പറഞ്ഞാലില്ല, അവരുടെ എന്നാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ their certificates ആണ്. അത് THEIR ആണ് കേട്ടോ. ഓക്കെ, എക്സൈസ് ഡേ 12 ഏതെങ്കിലും എക്സൈസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. എക്സൈസ് ഡേ 12 ഏതാണ്? എക്സൈസ് 1, 2 or 3 3 എക്സൈസ് ഉണ്ട്. ഏതാണ് മറിയം? എക്സൈസ് ഡേ 12 ഏതാണ്? 3 എക്സൈസ് ഉണ്ടല്ലോ. There are 3 എക്സൈസ്. I visited grandmother's house often. ഞാൻ പതിവായി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പാസ്റ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, we'll have a look at day 12 activity exercise 2. Exercise 2 എന്തായിരുന്നു? Use idioms and short dialogues. ഓക്കെ, നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് ലെസൺ ഭാഗത്ത് കുറച്ച് ഇഡിയംസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോ സിനാരിയോയിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. A friend talking about an upcoming performance. ഒരു ഫ്രണ്ടിന് എന്തോ ഒരു പെർഫോമൻസ്, അത് ഡാൻസ് ആവാം, പാട്ടാവാം, ഒരു പെർഫോമൻസ് വരാനുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുക? നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് wow, that's wonderful, break a leg and come. അല്ലെങ്കിൽ I wish, നമ്മൾ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദ ബെസ്റ്റ് പറയുന്നതിന് പകരം നമ്മൾ പറയുന്നതാണ് ബ്രേക്ക് എ ലെഗ്. അതിന്റെ ലിറ്ററൽ മീനിങ് വരുമ്പോൾ എന്താണ്? കാലൊടിക്കുക എന്നല്ല കേട്ടോ. ഓൾ ദ ബെസ്റ്റ് പറയുന്നതിന് I wish you all the best എന്നതിന് പകരം wow, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് I have a speech competition next week. സോ നിങ്ങൾക്ക് എന്ത് റിപ്ലൈ തരാൻ പറ്റും എനിക്ക്? Wow, that's wonderful,
ബ്രേക്ക് ദ ലെഗ് എന്ന് പറയാം. ഓക്കെ, ബ്രേക്ക് ദ ലെഗ് ആൻഡ് റോക്ക് ദ ഷോ എന്ന് പറയാം. അതായത് ഓൾ ദ ബെസ്റ്റ് ആൻഡ് റോക്ക് ദ ഷോ, ബ്രേക്ക് ദ ലെഗ് ആൻഡ് റോക്ക് ദ ഷോ. ഓക്കെ, വിഷിംഗ് ഗുഡ് ലക്ക്, ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറയില്ലേ, അതിന്റെ സെയിം, അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ്. എക്സാക്ട് സെയിം. ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സസൈസ് 2-ൽ എന്തായിരുന്നു, ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ അതാണ്. നെക്സ്റ്റ് ഇസ് ഡിസ്കസിങ് സംവൺസ് ഫ്ലോലെസ് എക്സിക്യൂഷൻ ഓഫ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്കിനെ ഒരാൾ വളരെ ഈസി ആയി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, യു റിയലി ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വിത്ത് ദാറ്റ് പ്രസന്റേഷൻ. നിങ്ങൾ കൃത്യമായി അത് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോ ഒരാള് ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ചിൽ അവര് ഗോൾ കറക്റ്റ് ആയിട്ട് ഗോൾ കിക്ക് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, യു റിയലി ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അതായത് കൊള്ളന്റെ അടുത്ത് തന്നെ കൊള്ളിച്ചു. ഇപ്പൊ നമ്മളൊരു എക്സാം, ഒരു വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം, നെറ്റ്, JRF അങ്ങനത്തെ ടഫ് ആയിട്ടുള്ള എക്സാം പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൺഗ്രാറ്റുലേഷൻസിന് പകരം ഇത് പറയാൻ പറ്റും, യു റിയലി ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഓക്കെ, then describing a colleague who is absent due to illness. വയ്യാണ്ടായ ഒരു ആബ്സെന്റ് കൊലീഗിന്റെ അടുത്ത് എന്ത് പറയാം, I heard she's under the weather. Under the weather എന്ന് പറഞ്ഞാൽ വയ്യ, she's under the weather, so she won't join us today. Okay, ഓക്കെ മറിയം, അത് ക്ലിയർ അല്ലേ എങ്ങനെയാണെന്നുള്ളത്? ഇനി ഫുൾ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് തന്നിട്ടുണ്ട്. Then വേറെ ഏതാണ്, there is a flower pot in my room എന്ന് പറയോ? Yes, Tesla correct ആണ്. There is a flower pot in my room, correct ആണ്. He runs fastly, correct ആണ്. ഓക്കെ, അടിച്ചു പൊളിക്കുന്ന ഇഡിയംസ് ഒരു സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ ഡേ 12-ൽ തന്നെ, ഇപ്പൊ എക്സസൈസ് 2 തന്നെ എടുത്ത് നോക്കിയാൽ മതി. Are you nervous about tonight? Just go out there and break a leg. ചുമ്മാ പോയി അടിച്ചു പൊളിച്ചു വാ, ചുമ്മാ പോയി break the leg. You really hit the nail on the head with that presentation. ആ പ്രസന്റേഷൻ കറക്റ്റ് ആയിരുന്നു, കൃത്യമായിരുന്നു എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ആ ഒരു ടഫ് ടാസ്കിനെ നിങ്ങൾ ഈസി, ആ ഇഷ്യൂനെ നിങ്ങൾ ടിഷ്യൂ പോലെ തുടച്ചു, അങ്ങനത്തെ ഒരു ഇതില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് യു റിയലി ഡിഡ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വിത്ത് ദാറ്റ് പ്രസന്റേഷൻ. അല്ലെങ്കിൽ എന്താണ്, ദാറ്റ് ഗോൾ വാസ് റിയലി ലൈക്ക് ഹിറ്റിംഗ് ഓൺ ദ നെയിൽ എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ she won't be joining us today because I heard she's under the weather. ആൾ ഇന്ന് നമ്മളുടെ കൂടെ മീറ്റിംഗിന് ജോയിൻ ചെയ്യില്ല because she's under the weather എന്ന് പറഞ്ഞാൽ she is not well. He totally spilled the beans about the party. അതായത് ഒരു സർപ്രൈസ് പൊളിക്കുക അല്ലെങ്കിൽ ഒരു സീക്രറ്റിനെ പരസ്യമാക്കുന്നതിനെയാണ് spilled the bean എന്ന് പറയുക. So surprise. He totally ruined the party by spilling the beans. അല്ലെങ്കിൽ he spoiled our mood by spilling the beans. Okay. ഇഡിയംസ് നിങ്ങൾ തന്നെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തരുന്ന ഓരോ സെന്റൻസ് നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക സെന്റൻസുകൾ. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. യു ഹാവ് എവറിത്തിങ് ഓൺ ദ ടിപ്പ് ഓഫ് യുവർ ഫിംഗർ. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ ടുമോറോ എന്ന് വേണ്ട. ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കുക. ഐ വിൽ കോൾ യു ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നാളെ വിളിക്കാം. ഇത് ഏത് എക്സസൈസിലായിരുന്നു? No, I will call you later എന്നതിന് പകരം I will call you tomorrow എന്നാക്കി. ലേറ്റർ ടുമോറോ എന്ന് ലേറ്റർ ടുമോറോ എന്ന് പറഞ്ഞാലും തെറ്റില്ല, പക്ഷെ I will call you tomorrow, ഞാൻ നിങ്ങളെ നാളെ വിളിക്കാം എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ലേറ്റർ വേണം എന്നില്ല. ഓക്കെ ഷമീമ? Yes, Amina has given reply there. Okay. I rarely set goals. I set goals rarely. Both are correct. Okay. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഐ ഓഫൻ ഗോ ടു സിനിമ, ഐ ഗോ ടു സിനിമ ഓഫൺ. ഐ റെയർലി സെറ്റ് ഗോൾസ്, ഐ സെറ്റ് ഗോൾസ് റെയർലി. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ. ഡേ 11 സിമ്പിൾ ആൻഡ് പ്രസന്റ് പാസ്റ്റ് ടെൻസിൽ ഡസ് ആൻഡ് ഡിഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഡേ 11 ഡസ് ആൻഡ് ഡു നമ്മൾ സിമ്പിൾ പ്രസന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പോവാറുണ്ടോ? ഡിഡ് യു ഗോ ടു സ്കൂൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഡു ഇസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ ഫോംസ് ആൻഡ് ഡസ് ഇസ് യൂസ്ഡ് വിത്ത് സിംഗുലർ ഫോംസ്. ഓക്കെ, ഡു എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാം? നമ്മൾ എപ്പോഴും പറഞ്ഞു ഐയും യുവിന്റെ കൂടെ പ്ലൂറൽ യൂസേജസ് ആണ് കേട്ടോ. അത് എക്സെപ്ഷണൽ കേസ് ആണ്. ഐയും യുവും സിംഗുലർ, ഒറ്റ ഒരാൾക്ക് മാത്രമാണ് നമ്മൾ യുവും ഐയും പറയാ. പക്ഷെ അതിന്റെ കൂടെ വരുന്ന ബാക്കി യൂസേജ് എല്ലാം പ്ലൂറൽ ആണ്. അത് ഇംഗ്ലീഷിലെ ഒരു എക്സെപ്ഷണൽ കേസാണ്.
Do Meena like to cook? തെറ്റാണത്. Okay, that's wrong. Does Meena like to cook? Because എന്താണ് മീന എന്നത് സിംഗുലർ ആണ്, ഒറ്റ ഒരാളാണ്. സോ does Meena like to cook? Okay. ഇനി എപ്പോഴാണ് ഡു യൂസ് ചെയ്യുക? ഡു ദേ ലൈക്ക് ടു കുക്ക്? അവർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്താണ് അവിടെ പ്ലൂറൽ ആണ്. ഡു ദേ. സോ ഡു ആൻഡ് ഡസ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ. ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞു പോയത് ഡിഡ് ദേ പ്ലേ വെൽ? അവര് നന്നായി കളിച്ചോ? ഡിഡ് ദേ അവര് കളിച്ചോ? ഒരു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് ഡിഡ് ദേ പ്ലേ വെൽ? സോ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞതിനെ കുറിച്ച് ചോദിക്കാനാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുക. പ്രസന്റ് ടെൻസ് ഇപ്പോ ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഓക്കെ. ഡസ് ഷീന കം ലേറ്റ് എവറി ഡേ? ഷീന എന്നും ലേറ്റ് ആയിട്ടാണോ വരുന്നത്? പ്രസന്റ് ടെൻസിൽ നടക്കുന്നത് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ നടക്കുന്ന ചോദിക്കാനാണ് ഡുവും ഡസും. ഡു ഇസ് ഫോർ പ്ലൂറൽ ആൻഡ് ഡസ് ഇസ് ഫോർ സിംഗുലർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. തസ്നിം നിഷാദ്. Shruti, can I use under the weather in my leave letter if I can help? നമ്മൾ idioms ഫോർമലി യൂസ് ചെയ്യില്ല കേട്ടോ. വെസ്റ്റേൺ കൺട്രീസ് ലൈക്ക് അമേരിക്ക അവിടെയൊക്കെ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാനേജർ ഒരു പ്രസന്റേഷൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻഫോർമൽ സെറ്റപ്പിലാണ് കേട്ടോ ഇഡിയംസ് യൂസ് ചെയ്യുക. ഇഡിയംസ് നമ്മളുടെ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവില് ഫോർമലി യൂസ് ചെയ്യാറില്ല. സോ ലീവ് ലെറ്ററിൽ ഇഡിയംസ് യൂസ് ചെയ്യൽ നല്ലൊരു ഐഡിയ അല്ല. ഈവൻ ഫോർമൽ ആയിട്ട് മെയിലുകൾ അയക്കുന്ന സമയത്തും ഇഡിയംസ് ഒഴിവാക്കുക. He runs fast അല്ലെ, not fastly. He runs fastly എന്നും പറയും. He runs fast എന്നതിനേക്കാൾ ബെറ്റർ യൂസേജ് ഫാസ്റ്റ്ലി ആണ്. ആഡ്വേർബ്സിന്റെ കൂടെ ly ഉണ്ടാവും. ക്വിക്ലി, ഫാസ്റ്റ്ലി, ബ്യൂട്ടിഫുള്ളി. ഓക്കെ. He runs fastly കറക്റ്റ് ആണ്. ഓക്കെ. He runs fast is also correct, but adverbs എപ്പോഴും നമ്മൾ ly ആഡ് ചെയ്യാറുണ്ട്. He runs fastly. She agreed quickly. She sings beautifully. She danced gracefully. Okay. ബ്രേക്കിംഗ് ദ സീക്രറ്റ്. സ്വപ്ന ബാക്കി എന്താണ്? ഡേ 9 ഇന്ന് മാത്രം നിങ്ങൾ കൊടുത്താൽ ഞാൻ എന്താണ് ഇന്ന് മനസ്സിലാവുക? ഡേ 9 മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യാനാണോ, ലെസൺ ഡിസ്കസ് ചെയ്യാനാണോ, ആക്ടിവിറ്റി ആണോ, എക്സസൈസ് ആണെങ്കിൽ ഏത് എക്സസൈസ് ആണ്? പ്ലീസ് മേക്ക് ഇറ്റ് സ്പെസിഫിക്. ഓക്കെ. ഡേ 13 കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ പറയാമോ? യെസ്. ഓക്കെ. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യട്ടോ, ചോദിക്കട്ടോ ഇവിടെ. ഡേ 13 ചില കാര്യങ്ങൾ കൗണ്ടബിൾ ആണ്, ചില കാര്യങ്ങൾ അൺകൗണ്ടബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യുക കൗണ്ടബിൾ ആയ കാര്യങ്ങൾക്കാണ്. ഓക്കെ. നമ്മളിപ്പോ നിനക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട്? ഐ ഹാവ് 1 love, ഐ ഹാവ് 2 love towards you എന്ന് പറയില്ലല്ലോ. സ്നേഹം എണ്ണാൻ പറ്റില്ലല്ലോ. അതുപോലെ എണ്ണാൻ പറ്റാത്ത ഹാർഡ് വർക്ക്, ഐ ഡിഡ് 2 ഹാർഡ് വർക്ക് എന്ന് പറയില്ലല്ലോ. നമ്മൾ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അല്ലെ, ക്വാണ്ടിഫയബിൾ അല്ലാത്ത, ന്യൂമറിക്കലി പറയാൻ പറ്റാത്തതാണ് അൺകൗണ്ടബിൾ. പക്ഷെ ചിലത് എന്താണ് നമുക്ക് കൗണ്ട് ചെയ്യാം. ഐ വാണ്ട് 1 liter of milk, ഐ വാണ്ട് 2 kg of rice. ഓക്കെ. സോ എന്താണ് എയർ, ഇൻഫർമേഷൻ, ഐ ഹാവ് a little information with me, I have many information with me എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ടോട്ടലി എത്ര ഇൻഫർമേഷൻസ് അറിയാം? ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലോകത്തുള്ള എത്ര ഇൻഫർമേഷൻസ് അറിയാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഓക്കെ. സോ അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഇന്നത്തെ ടോട്ടൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറി മൈന്യൂട്ട് തിങ് ഇസ് കോൾഡ് ഇൻഫർമേഷൻ. സോ അത് കൗണ്ട് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ. അപ്പൊ എന്താണ് ഇപ്പോ ഒരു മൈക്രോസ്കോപ്പിന് അണ്ടറുള്ള ജേംസിനെ കണ്ട് അത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നോട്ട് പോസിബിൾ. സോ there are many, there is little എന്നിങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾക്ക് നമ്മൾ എന്നിങ്ങനെയുള്ള വേർഡ്സ് വെച്ച് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ. ബട്ട് അതേ സമയം എന്താണ്, ഐ വാണ്ട് 2 apples, ഐ ഓൺ 3 cars, there is one dog at my house എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ കടയിലേക്ക് ഒരു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ഇനിയിപ്പോ ക്വാണ്ടിഫൈങ് കൗണ്ടബിളിന് തന്നെ വ്യത്യാസമുണ്ട്. മിൽക്ക് എന്താണ് നമ്മൾ ലിറ്റേഴ്സിലാണ് പറയുക. ഐ വാണ്ട് 1 liter of milk അല്ലെങ്കിൽ ഐ വാണ്ട് 2 liter of milk. ബുക്സ് എങ്ങനെയാണ് നമ്മൾ പറയാ ഇൻ ടേംസ് ഓഫ് നമ്പർ? ഐ വാണ്ട് 3 books ഫ്രം ദ ലൈബ്രറി. ഹാപ്പിനെസ് എങ്ങനെയാണ്? ഐ ആം വെരി ഹാപ്പി, ഐ ആം സോ മച്ച് ഹാപ്പി എന്നിങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ റൈസ്, ഷുഗർ, സോൾട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് KGയിലാണ് പറയുക. ഐ വാണ്ട്
2 kg of rice. I want 3 kg of sugar. Ideas എന്താണ്? I have a lot of ideas. I have no idea about it. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ lot of, no idea, I have a few idea എന്നിങ്ങനെയൊക്കെയാണ് പറയാം. ഇൻഫർമേഷൻസ് കൗണ്ടബിൾ അല്ല, ചെയർസ് കൗണ്ടബിൾ ആണ്, ലഗേജ് കൗണ്ടബിൾ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് അതുപോലെ ബ്രെഡ് നമ്മൾ പീസിലോ ഇതിലോ ഐ വോണ്ട് എ ലോഫ് ഓഫ് ബ്രെഡ്. ഓക്കെ, ലോഫ്, LOAF. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Why we use like plural form of verb with singular subject. അത് ഇംഗ്ലീഷിന്റെ ഒരു രീതി അങ്ങനെയാണ്. അതിന് why എന്നതിന് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, she dances well. She dances well. She സിംഗുലർ ആണ്, സോ അവിടെ verb എന്തായി? she dances ആയി. ഇനി they, അവര് നന്നായി കളിക്കുന്നുണ്ട്. they dance well. പ്ലൂറലിന്റെ കൂടെ എപ്പോഴും സിംഗുലർ യൂസേജും സിംഗുലറിന്റെ കൂടെ എപ്പോഴും, അത് ഇംഗ്ലീഷിന്റെ സ്ട്രക്ചറിങ് അങ്ങനെയാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ചൊരു റീസൺ വേണ്ട, ഇംഗ്ലീഷിൽ അങ്ങനെയാണത്. ഓക്കെ, ഷീ ഈസ് ഗോയിങ് ടു ഹെർ ഹൗസ് റെയർലി എന്ന് പറയോ? ഷീ ഗോസ് ടു ഹെർ ഹൗസ് റെയർലി ആണ്. ഷീ ഈസ് ഗോയിങ് എന്ന് പറയുന്നത് എന്താണ്? ഷീ ഈസ് ഗോയിങ്, ഇപ്പൊ പോവാണ്, ഇപ്പൊ ഇടക്കാണ് പോവാറ്, അങ്ങനെയല്ലല്ലോ. ഷീ ഗോസ്, അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്, നമ്മൾ റൂട്ടീൻലി ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഷീ ഗോസ് ടു ഹെർ ഹൗസ് റെയർലി. ഷീ ഈസ് ഗോയിങ് അല്ല, ഷീ ഗോസ് ടു ഹെർ ഹൗസ് റെയർലി, അല്ലെങ്കിൽ ഷീ റെയർലി ഗോസ് ടു ഹെർ ഹൗസ്. ഓക്കെ ഓക്കെ, ഇവിടെ അമീന തന്നിരിക്കുന്ന സെന്റൻസും മിദ്ലാജ് തന്നിരിക്കുന്ന രണ്ടുപേരുടെ സെന്റൻസും കറക്റ്റ് ആണ് കേട്ടോ. ഷെഹബാൻ ചോദിക്കുന്നതിൽ ക്വസ്റ്റ്യൻ ഇല്ല, ജസ്റ്റ് കുറച്ച് പ്രോണൗൺസ് മാത്രം തന്നിരിക്കുകയാണ്. ഡസ് ഷീ ലൈക്ക് ഹിം? യെസ്, കറക്റ്റ് ആണ്. വൈഷ്ണവ്, ഒന്നും മനസ്സിലായില്ല. എന്തിലാണോ ഒന്നും മനസ്സിലാവാത്തത്? എന്റെ ടോട്ടൽ ക്ലാസ്സിലാണോ മനസ്സിലാവാത്തത്? പ്ലീസ് ഗിവ് മീ ആ ക്ലാരിറ്റി, വൈഷ്ണവ്. Abdul Razak, please address my question എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലല്ലോ. പ്ലീസ് റീമെൻഷൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കൂ കേട്ടോ. Day 13 exercise 1, we'll have a look at it. Day 13 exercise 1. Okay, ഒരു ലിസ്റ്റ് ഓഫ് നൗൺസ് തന്നിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്യാം. കൗണ്ട് ചെയ്യാൻ പറ്റിയതാണോ, കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണോ എന്ന് അതിനെ ക്ലാസിഫൈ ചെയ്യാം. മിൽക്ക് കൗണ്ടബിൾ അല്ലേ? യെസ്. 1 ലിറ്റർ ആണോ, 2 ലിറ്റർ ആണോ, 3 ലിറ്റർ ആണോ, 4 ലിറ്റർ ആണോ എന്ന് കൗണ്ടബിൾ അല്ലേ? യെസ്. ബുക്സ് കൗണ്ടബിൾ അല്ലേ? ഇപ്പൊ ഒരു ഒരു ബണ്ടിൽ ഓഫ് ബുക്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ആ ബണ്ടിൽ എത്ര ബുക്സ് ഉണ്ട് എന്നുള്ളത്. ഹാപ്പിനെസ് ന്യൂമറിക്കലി കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഐ ഹാവ് 1 ഹാപ്പിനെസ്, 2 ഹാപ്പിനെസ് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നോ. സോ ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ. റൈസ്, അരിമണികൾ എണ്ണാൻ പറ്റില്ല, പക്ഷെ അതേസമയം കൗണ്ടബിൾ ആണ് റൈസ് വരിക. കാരണം എന്താണ്? നമുക്കത് ന്യൂമറിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ kgs, ഇൻ കിലോഗ്രാംസ്, റൈസ്, സോൾട്ട്, ഷുഗർ എല്ലാം അൺകൗണ്ടബിൾ ആണ്. അതായത് ഓരോ അരിമണി എടുത്ത് അല്ലെങ്കിൽ ഓരോ പഞ്ചസാരയുടെ ഇതെടുത്ത് എണ്ണലല്ല, പക്ഷെ ഇൻ ടേംസ് ഓഫ് ന്യൂമറിക്കലി നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഇൻ കിലോഗ്രാംസ്. ഐഡിയാസ് നമുക്ക് എണ്ണാൻ പറ്റില്ല. ഐ ഹാവ് എ ഫ്യൂ ഐഡിയാസ് എന്നാണ് പറയാ. ഐ ഹാവ് 1 ഐഡിയ, 2 ഐഡിയ എന്നിങ്ങനെ. ഐ ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട്, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഐഡിയാസ്, ഇൻഫർമേഷൻ, നോളജ് എല്ലാം പൊതുവെ അൺകൗണ്ടബിൾ ആയിട്ടാണ് പറയുക. ഓക്കെ, ദെൻ ലഗേജ് കൗണ്ടബിൾ ആണ്. ഇവിടെ മിൽക്ക് അൺകൗണ്ടബിൾ ആണ്, മിൽക്ക് ആൻഡ് റൈസ് അൺകൗണ്ടബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷനിൽ. അത് ഇൻ ടേംസ് ഓഫ് ഓരോന്നെടുത്ത് എണ്ണാൻ പറ്റില്ല എന്നുള്ളതിലാണ്. പക്ഷെ നമുക്ക് ലിറ്റർ അല്ലെങ്കിൽ കിലോഗ്രാമിന്റെ ഒക്കെ ഇതിൽ നമുക്ക് ഇതിനെ കൗണ്ടബിൾ ആക്കാം. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ചാൻസ്, ഡു യുവർ ബെസ്റ്റ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ദിസ് ഇസ് ലൈക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ആ ഒരു സെന്റൻസ് നമുക്ക് മെച്ചപ്പെടുത്തി such opportunities come once in a blue moon എന്ന് പറയാം. ദിസ് ഇസ് ലൈക്ക് എന്നതിന് പറയുന്നതിന് such opportunities come, ഇങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വല്ലപ്പോഴാണ് വരിക, അല്ലെങ്കിൽ ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയാം. such opportunities come once in a blue moon, do your best. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ബേസിൽ അതൊന്ന് മോഡിഫൈ ചെയ്താൽ മതി ആ സെന്റൻസിനെ. വിച്ച് ഇസ് ഓർഗനൈസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ യെസ്, അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ചെയ്യായിരുന്നു. വിച്ച് ഇസ് ഓർഗനൈസ്ഡ് ബൈ, യെസ്, I attended a workshop which is organized by LearnWise എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. എക്സാമ്പിൾ, does she like him, അത് ഞാൻ പറഞ്ഞല്ലോ. does she like him എന്നത് കറക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അബ്ദുൾ റാസിഖ്, അത് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. the question may be does she like him, does യൂസ് ചെയ്യുമ്പോൾ verbal. does she likes him, no, yeah, right. എസിന്റെ ആവശ്യമില്ല, does she like him ആണ്. does she likes him അല്ല, does she like him. ഓക്കെ, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പക്ഷെ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയാ? ഷീ ലൈക്സ് ഹിം എന്നാണ് നമ്മൾ ആൻസർ ചെയ്യുക. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡസ് ഷീ ലൈക്ക്,
ആൻസർ ചെയ്യുന്ന സമയത്ത് ഷീ ലൈക്സ് ഹിം. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല. വേർബിനെ അതിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെയാണ് വെക്കുക. നോ അഡീഷൻസ്. ഓക്കെ, ലൈക്ഡ്, ലൈക്സ്, അതിന്റെ പാസ്റ്റ് പ്രസന്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Why we use plural form of verb with singular subject when we use s? അത് നേരത്തെ ഞാൻ ഐ തിങ്ക് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇംഗ്ലീഷിന്റെ സ്ട്രക്ചറിങ് അങ്ങനെയാണ്. സിംഗുലാർ ഫോംസിന്റെ കൂടെ നമ്മൾ വേർബ് യൂസ് ചെയ്യുന്ന സമയത്ത് എസ് ആഡ് ചെയ്യും. Does she like him? ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ് ഡു ദേ ലൈക്ക് ഹിം എന്നേ വരുള്ളൂ. ബട്ട് കമ്മിങ് ആൻസറിലാണ് അതിന്റെ ഡിഫറൻസ് വരിക. ക്വസ്റ്റ്യനിൽ ഡസ് ഷീ ലൈക്ക് ഹിം, ഡു ദേ ലൈക്ക് ഹിം. Okay, question is the date. Doesn't do a മാറുള്ളൂ. But coming to answer, she likes him. അവൾക്ക് അവനെ ഇഷ്ടമാണ് എന്നുള്ളതിന് she likes him. പക്ഷെ അവർക്ക് അവനെ ഇഷ്ടമാണ് എന്ന് പറയാൻ they like him. Okay, they like him. കാരണം they എന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, അത് ഇംഗ്ലീഷിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. Like and likes, singular or plural. Likes is for singular and like is for plural. She doesn't likes. അവിടെ നമ്മൾ ഡസന്റ്, അവിടെ ഡസന്റ് ആണ് നമ്മൾ വേർബ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷീ ഡസന്റ് ലൈക്ക് മതി. ഷീ ലൈക്സ്, ഡസന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡസന്റ് എന്ന യൂസേജ് ആണ് അവിടെ വേർബ് ആയിട്ട് എടുക്കുന്നത്. സോ ആ ഡസന്റ് ഉള്ളത് കൊണ്ട് ലൈക്ക് മതി. ഡസന്റ് ഇല്ലാത്ത സമയത്ത് ലൈക്സ് ആണ്. ഷീ ലൈക്സ് ഗോയിങ് ടു ദ പാർക്ക്, കറക്റ്റ് ആണ്. ഷീ ഡസന്റ് ലൈക്ക് ഗോയിങ് ടു ദ പാർക്ക്, കറക്റ്റ് ആണ്. ഓക്കെ, ഷീ ഡസന്റ് ലൈക്ക് ഗോയിങ് ടു ദ പാർക്ക് ആണ് കറക്റ്റ്. ഇനി ഡസന്റ് ഇല്ലെങ്കിലാണ്, കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ഡു ആൻഡ് ഡസ് ആണ് നമ്മൾ ഇവിടെ വേർബ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ലൈക്ക് ആൻഡ് ലൈക്സ് അല്ല നമ്മൾ മെയിൻ വേർബ് ആയിട്ട് എടുക്കുന്നത്, ഡു ആൻഡ് ഡസ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ സോണിയ. പ്ലീസ് സീ മൈ ക്വസ്റ്റ്യൻ ഐ സെന്റ് ഇൻ ചാറ്റ് എവ്രി വൺ. അബ്ദുൾ റാസിഖ്, ഞാൻ ക്ലിയർ ചെയ്തു. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ലേ റാസിഖിന്? പ്ലീസ് കൺഫേം. റൈസ് കൗണ്ടബിൾ അല്ലേ? അതാണ് പറഞ്ഞത്. ഇൻ ടേംസ് ഓഫ് ഓരോ അരിമണിയാണ് അത് കൗണ്ടബിൾ അല്ല എന്ന് പറയുന്നത്. ഇൻ kg, മിൽക്ക് ഇൻ ലിറ്റേഴ്സ് കൗണ്ടബിൾ ആണ്, ക്വാണ്ടിഫൈ ചെയ്യാം. ലഗേജ് കൗണ്ടബിൾ ആണോ? യെസ്, ലഗേജ് വേണമെങ്കിൽ ഹൗ മെനി പീസസ് ഓഫ് ലഗേജ് ഡു യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഗേജ്, ബാഗേജിന്റെ കൗണ്ട് നോക്കാലോ. ഐ ഹാവ് 3 pieces of luggage. ഇനിയല്ല, ഹൗ മച്ച് ലഗേജ് ഡു യു ഹാവ് ഇൻ ടോട്ടൽ എന്ന് ചോദിച്ചാൽ ഐ ഹാവ് 40 kg ഇൻ ടോട്ടൽ. കൗണ്ടബിൾ ആണ്. യെസ്, ന്യൂമറിക്കലി ഡിസ്ക്രൈബ് ചെയ്യാലോ. ഐഡിയാസ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? ഐഡിയാസ്, ഇൻഫർമേഷൻ, ഹാർഡ് വർക്ക്, നോളജ് എല്ലാം പൊതുവെ അൺകൗണ്ടബിൾ ആയിട്ടാണ് പറയുക. പക്ഷെ ഐ ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഐഡിയാസ് പൊതുവെ അൺകൗണ്ടബിൾ കാറ്റഗറിയിലാണ് വരിക. ഫ്യൂ, എ ഫ്യൂ, വലിയ ഡിഫറൻസ് ഇല്ല. ഐ ഹാവ് a few ideas about it, I have few ideas about it. Both are correct. Okay, എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഐഡിയ കൗണ്ടബിൾ അല്ലേ മാം? യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും എന്താണ് പറയാ, നമ്മൾ എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. പക്ഷെ ഐഡിയാസ്, നോളേജ്, ഇൻഫർമേഷൻ, ഹാപ്പിനെസ് എന്നിങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫിസിക്കൽ സാധനങ്ങളല്ലല്ലോ, നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. സോ കാണാൻ പറ്റാത്ത ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുവെ അൺകൗണ്ടബിൾ ആയിട്ടാണ് പറയുക. ഐഡിയാസ് നമുക്ക് ഫിസിക്കലി കാണില്ലല്ലോ, അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. ഈ ഐഡിയാസ്, ഇൻഫർമേഷൻ, നോളജ് ഒന്നും ഫിസിക്കൽ സാധനങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് അതിനെല്ലാം അൺകൗണ്ടബിളിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വേണം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കിരുന്ന് കൗണ്ട് ചെയ്തൂടെ? ഹൗ മെനി ഇൻഫർമേഷൻസ് ആർ ദേർ എന്നുള്ളതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്തൂടെ? പക്ഷെ പൊതുവെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അൺകൗണ്ടബിൾ കാറ്റഗറിയിലാണ് വരിക. മാം, ബട്ട് ലഗേജ് വാസ് അൺകൗണ്ടബിൾ ഇൻ ദി എക്സസൈസ് ആണോ? ആണെങ്കിൽ അത് എറർ വന്നിരിക്കുന്നതാണ്. യെസ്, ലഗേജ് അൺകൗണ്ടബിൾ വന്നിരിക്കുന്നത് എറർ ആണ് കേട്ടോ. ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, ലഗേജ് കൗണ്ടബിൾ ആണ്. 1 packet of bread എന്ന് പറയോ? യെസ്, ഐ വോണ്ട് എ പാക്കറ്റ് ഓഫ് ബ്രെഡ് എന്ന് പറയാം. ബട്ട് നമ്മൾ ഓരോന്നിന്റെയും കറക്റ്റ് നോക്കുമ്പോൾ ഐ വോണ്ട് എ ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയാം. കാരണം നമ്മൾക്ക് ഇന്ന് എന്താണ്, ഇത് പാക്കറ്റ്സിൽ അവൈലബിൾ ആണ്. പക്ഷെ മുമ്പ് കാലത്ത് ബ്രെഡ് മുറിച്ചാണ് മേടിക്കുക. സോ ആ ഒരു അളവിനെ ലോഫ് എന്നാണ് പറയുക. ഓക്കെ, സോ ഐ വോണ്ട് എ ലോഫ് ഓഫ് ബ്രെഡ്. പക്ഷെ നമുക്ക് ഇന്ന് പാക്കറ്റ്സിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഐ വോണ്ട് 2 pieces of bread എന്നൊക്കെ ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് പറയാം ഐ വോണ്ട് 2 pieces of bread. കാരണം അത് അങ്ങനെ അവൈലബിൾ ആണ്. മുമ്പ് കാലത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ, ഇപ്പോഴും നമുക്ക് ഇങ്ങനെ കാണാം, ജർമ്മനിയിലൊക്കെ ഷോപ്സ് നിന്ന് ലോഫ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഐ വോണ്ട് എ ലോഫ് ഓഫ് ബ്രെഡ്. പാക്കറ്റ് ഓഫ് ബ്രെഡ് ഇസ് ടോട്ടലി റൈറ്റ്. ഓക്കെ, ജോയ്ക്കുട്ടി, ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലഗേജ് അൺകൗണ്ടബിൾ ആണ് തന്നു. സെൽഫ് സം വാട്ടർ ഓർ ഫ്യൂ വാട്ടർ. ഐ നീഡ് സം വാട്ടർ. ഓക്കെ, ഫ്യൂ നമ്മൾ അധിക സമയവും എന്താണ്, കുറച്ച് എന്ന് പറയാൻ തന്നെ കൗണ്ടബിൾ സാധനങ്ങൾ. There are few apples left. അപ്പോഴും കൗണ്ടബിൾ.
ഗിവ് മീ ഫ്യൂ വാട്ടർ എന്നല്ല പറയാം, ഗിവ് മീ സം വാട്ടർ എന്നാണ് കേട്ടോ പറയാം. ഐ ഹാവ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ്, ഐ ഹാവ് സം മോർ ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ്, അത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഐ നീഡ് ഫ്യൂ വാട്ടർ എന്ന് പറയില്ല, ഐ നീഡ് സം വാട്ടർ എന്നാണ് പറയാം. മാം ഓക്കെ, ലഗേജ് എറർ ആണെന്ന് പറഞ്ഞു. ബട്ട് വെൻ വി യൂസ് ഡസ്, വൈ വി യൂസ് പ്ലൂറൽ വേർബ്? ബിക്കോസ് നമ്മൾ ഡസ് യൂസ് ചെയ്യുന്ന സമയത്ത് വേർബിനെ പ്ലൂറൽ ആക്കല്ലോ, ആ വേർബിന്റെ കറക്റ്റ് ഫോമിലാണ് വെക്കുന്നത്. ഡസ് ഷീ ഡസന്റ് ലൈക്ക് ഇറ്റ്, വേർബിനെ ലൈക്ക് എന്ന വേർബിനെ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണ്, അവിടെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് ഡസിനെയാണ്. ദേ ഡു ലൈക്ക് ഹിം, ഓക്കെ, ഷീ ഡസന്റ് ലൈക്ക് ഹിം. അവിടെ ഡു ആൻഡ് ഡസ് ആണ് നമ്മൾ വേർബ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഷീ ലൈക്സ് എന്നതും ഷീ ഡസന്റ് ലൈക്ക് ആവുന്നത്. ഷീ ഡസന്റ് ലൈക്ക് ഹിം, ഓക്കെ, ഷീ ലൈക്സ് ഹിം. അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഷീ ഡസ് ലൈക്ക് ഹിം, ഡസന്റ് ലൈക്ക് ഹിം. ഡസ് ഓർ ഡസ് നോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്കിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യില്ല. ഓക്കെ, റെയർലിക്ക് പകരം ഓഫൺ പറ്റുമോ? നോ, റെയർലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. ബട്ട് ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്നാണ്. മൈ ക്വസ്റ്റ്യൻ ഇസ്, when we use does in the task, it was written like does she like? Yes, Rasik. ഒന്നും കൂടെ പറഞ്ഞുതരാം ഞാൻ. നമ്മൾ ഡസ് ആൻഡ് ഡു യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർബ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡൂവിനെയും ഡസിനെയുമാണ്. അതുകൊണ്ട് നമ്മളുടെ ഗ്രാമാറ്റിക്കൽ റൂൾസ് എല്ലാം അപ്ലൈ ചെയ്യുന്നത് ആ ഡൂവിലും ഡസിലും ആണ്. അപ്പൊ നമ്മൾ ഈ ലൈക്ക് വേറൊരു സെന്റൻസ് പറയാം. ഷീ ഈറ്റ്സ് നൂഡിൽസ്, അവള് നൂഡിൽസ് കഴിക്കാറുണ്ട്, ഷീ ഈറ്റ്സ് നൂഡിൽസ്. പക്ഷെ അവിടെ ഡസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഷീ ഡസ് ഈറ്റ് നൂഡിൽസ്, അവിടെ ഈറ്റ്സ് വേണ്ട. ഓക്കെ, ഷീ ഈറ്റ്സ് നൂഡിൽസ് കറക്റ്റ് സെന്റൻസ് ആണ്. ഷീ ഡസ് ഈറ്റ്സ് എന്ന് പറയില്ല, ഷീ ഡസ് ഈറ്റ് നൂഡിൽസ്. കാരണം എന്താണ്, ആ എസിന്റെ ആ ഒരു യൂസേജ് നമ്മൾ ഓൾറെഡി ഡസ്, ഡു എന്നതിന്റെ ആ ഒരു യൂസേജ് ആണ് ഡസ്. ലൈക്ക് ലൈക്സ്, അതുപോലെയാണ് ഡു ഡസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലഗേജ് ഒരു എറർ വന്നിരിക്കുന്നതാണ് പറഞ്ഞു. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സെൽഫ് ഇവാലുവേഷൻ. അത് ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഡേ 13 സെൽഫ് ഇവാലുവേഷൻ ആൻസർ മിസ്റ്റേക്സ് ഉണ്ട്, അതാണ് ഇത്ര കൺഫ്യൂഷൻ. ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് പോലെ അത് റീചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഐ എം സോറി ഫോർ ദാറ്റ്. ഖദീജ മുബഷിറ, ഈ ഡൗട്ട്സ് എല്ലാം ചാറ്റ് ബോക്സിൽ ഉണ്ടല്ലോ, ലോഡ് ആവാത്തതായിരിക്കും കേട്ടോ. ഹി ഗോൺ ടു നേറ്റീവ് എന്നാണോ, ഹി ഈസ് റിട്ടേൺ ടു നേറ്റീവ് ആണോ? ഒരാൾ തിരികെ നാട്ടിൽ പോയി എന്ന് പറയാൻ ഹി റിട്ടേൺഡ് ടു ഹിസ് നേറ്റീവ് കൺട്രി. ഹി റിട്ടേൺഡ്, ഹി ഇസ് റിട്ടേൺഡ് പറയില്ല. ഈസി യൂസ് ചെയ്യാൻ എപ്പോഴാണ് നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ്. പോയി, ഓൾറെഡി പോയി കഴിഞ്ഞില്ലേ, അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആയില്ലേ, സിമ്പിൾ പാസ്റ്റ് ആയില്ലേ. ഹി റിട്ടേൺഡ് ടു ഹിസ് നേറ്റീവ് കൺട്രി. ഓക്കെ, ഹി ഗോൺ എന്നും പറയില്ല, അത് നമ്മൾ ഹി ഹാസ് ഗോൺ എന്നാണ് പറയുക. ഓക്കെ, അത് വേറെ തന്നെ ടെൻസ് ആണ്. നമ്മൾ ഹാസും ഹാവിലേക്കൊക്കെ നമ്മൾ വരുന്നേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ ഇപ്പൊ സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുക ഹി റിട്ടേൺ ബാക്ക് ടു ഹിസ് നേറ്റീവ് കൺട്രി. റിട്ടേൺ ഓർ റിട്ടേൺ ബാക്ക്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ തിരികെ എന്നാണ്. സോ തിരികെ പോയി റിട്ടേൺ ഓർ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ റൈറ്റ്. Idiom day 4 and idiom day 13 are same. A piece of cake, a repetition in non-wise app. Okay. That is a typo error. Okay, same ഇത് വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യോ? നമ്മള് നേരത്തെ ആരോ ചാറ്റ് ബോക്സിൽ തന്നിരുന്നു. നമ്മൾ ലിറ്റിൽ എപ്പോഴും പറയാ ഒരു നെഗറ്റീവ് യൂസിലും, എ ലിറ്റിൽ എന്ന് പറയുക എപ്പോഴും ഒരു പോസിറ്റീവ് യൂസിലാണ്. അങ്ങനെ പറയും, പക്ഷെ ഇത് ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ആണ്. ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ. വി ഹാവ് ലിറ്റിൽ ടൈം ലെഫ്റ്റ് എന്നും പറയാം, വി ഹാവ് ലിറ്റിൽ ടൈം ലെഫ്റ്റ്. ബോത്ത് ഹാസ് ദ സെയിം മീനിങ്. ഓക്കെ, സോ ലിറ്റിലും എ ലിറ്റിലും, ഫ്യൂ എ ഫ്യൂ, ഇതൊന്നും തമ്മിൽ വലിയ ഒരു നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കൺവെർസേഷന്റെ ഇടയിൽ it doesn't make much difference. Okay, we have only little time left. We have a little time left. I have a little work to do. എനിക്കൊരു കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. I have little work to do. I have a little work to do എന്ന് പറയുന്നതെല്ലാം കറക്റ്റ് ആണ്. Again, both are correct. Some people are standing there എന്നും പറയാം, few people are standing there. കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട്. Okay, few people are standing there. പക്ഷെ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ഇതാണ് എന്ന് ചോദിക്കാം. ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിലിരുന്ന് ചോദിക്കുകയാണ്, ഇനി എത്ര പേര് ബാക്കിയുണ്ട്?
how many people are left for consultation? So some people are there in the reply നേക്കാൾ നല്ല എന്താണ് few people are left for the consultation. Okay, കുറച്ചും കൂടി ഒരു സ്പെസിഫിസിറ്റി few കുറച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലത് few ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ചോദിക്കണം അവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് why some people standing there? ഏതോ കുറച്ച് ആൾക്കാർ എന്തിനാ അവിടെ നിൽക്കുന്നത്? Why some people are standing there? Why few people are standing? Again, both synonym ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. Some people, few people, both are correct. Okay. Do, does, use, make, question. Used to make question. Yes. Do, does question use ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് സെന്റൻസിലും യൂസ് ചെയ്യും കേട്ടോ. ഡു എന്തിന്റെ ഒക്കെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഡു യു ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം? ഡു ദേ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ? ഓക്കെ, നമ്മൾ പ്ലൂറൽ യൂസേജിന്റെ കൂടെ ഡു ദേ, ഡു യു. ഓക്കെ, അതുപോലെ do the families check in do the families reach on time? Families, in a family, what a family ആണെന്നെങ്കിൽ does the family അല്ലെങ്കിൽ yeah നമ്മൾ കഴിഞ്ഞു പോയത് reach on time ഒക്കെ ചോദിക്കുമ്പോൾ sorry did the family reach on time ആണ്. do അല്ല. ഇപ്പൊ do the families like to have some coffee? ഇപ്പൊ ഒരു കുറച്ച് ഫാമിലീസ് ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ഇപ്പോ കിച്ചൺ സെർവന്റ് ചോദിക്കാണ് ഡു ദ ഫാമിലീസ് ലൈക്ക് ടു ഹാവ് സം കോഫി? അവർക്ക് അത് ഇഷ്ടമാണോ? ഇനിയിപ്പോ അവർ എത്തിയോ എന്ന് ചോദിക്കാൻ ഡിഡ് ദ ഫാമിലീസ് ആണ്. ഡിഡ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ ഡിഡ് തന്നെയാണ് കേട്ടോ. ഡിഡിന് വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, ദേ ലൈക്ക് ഹിം ആണോ ദേ ലൈക്സ് ഹിം ആണോ? ദേ ലൈക്ക് ഹിം ബിക്കോസ് എന്താണ് ദേ പ്ലൂറൽ ആണ്. അവര് ദേ ലൈക്ക് ഹിം ആണ്. സിംഗുലറിന്റെ കൂടെ ആണ് വെർബ് പ്ലസ് എസ്. എക്സാമ്പിൾ ഹി ഷീ, ഇതിലൊക്കെ ലൈക്ക് യൂസ് ചെയ്യും. യെസ്, വെരി ഗുഡ്. വീക്ക്ലി അസസ്മെന്റ് ടെസ്റ്റിൽ പഠിപ്പിക്കാത്ത പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ. ഇസ് ഇറ്റ് ഷഹീമ? ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് യുവർ പേഴ്സണൽ മെന്റർ റൈറ്റ് അവേ. ഓക്കെ, ബിക്കോസ് നമ്മൾ വീക്ക്ലി വൺസ് അല്ലേ മീറ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഇപ്പൊ വീക്ക്ലി അസസ്മെന്റിൽ ഔട്ട് ഓഫ് പോർഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഉറപ്പ് വരുത്തുക കേട്ടോ. അതൊരു എറർ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം യു ക്യാൻ മെൻഷൻ ഇറ്റ് ടു യുവർ പേഴ്സണൽ മെന്റർ. ഡൂവിന് ശേഷം പ്ലൂറൽ മാത്രമാണോ വരിക? യെസ്. ആൻഡ് ഐയും യുവും ഡൂവിന്റെ കൂടെ യൂസ് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞു ഐ ആൻഡ് യു പ്ലൂറൽ യൂസേജ് ആണ്. അത് അല്ലാത്ത പക്ഷം എല്ലാം പ്ലൂറൽസ്. ഡു ദേ, ഓക്കെ. ഡു ദ ഫാമിലീസ്, ഓക്കെ. ഡു, ഡസ്, ഡിഡ് ഫോർ എംഫസിസ്. മനസ്സിലായില്ല കേട്ടോ. മെന്ററിനോട് പറഞ്ഞപ്പോ ലൈവില് പറയാൻ പറഞ്ഞു. ഓ, നിങ്ങളിപ്പോ ഇങ്ങനെ പറയുമ്പോ ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെന്ററിന് അയച്ചാൽ മതി കേട്ടോ. ഫ്രം നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ദാറ്റ് വിൽ ബി കോൺടാക്റ്റഡ്. അത് ഞങ്ങൾ നമ്മളൊരു ക്ലാരിറ്റി വരുത്താം. ആൻഡ് യാ, ഓക്കെ, ഐ എം സോറി ഫോർ ദാറ്റ് ബിക്കോസ് നമ്മളിവിടെ അത് ടെക്നിക്കൽ ടീമിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. സോ നിങ്ങൾ മെന്റേഴ്സിനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ആൻഡ് ദിസ് വിൽ ബി ടേക്കൻ കെയർ ഓഫ്. ബാക്കിയുള്ള ആർക്കെങ്കിലും തോന്നിയോ ഔട്ട് ഓഫ് ദ പോർഷൻ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത്? വീക്ക്ലി ക്വിസ് അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടോ? അതെ, യെസ് ഉണ്ട്. Okay, fine. Okay, fine. Sorry for that. Okay, yes, one question വന്നിട്ടുണ്ട്. Okay, fine. Okay. Today also we've crossed time and I am extremely happy for your doubts. നിങ്ങൾ ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നതിൽ ഹാപ്പിയാണ് ബിക്കോസ് ദാറ്റ് മേക്സ് പാസീവ് വോയിസ് ചോദിച്ചിരുന്നു അല്ലെ? ഓക്കെ, ചുമ്മാ അറിയുന്നതാണെങ്കിൽ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇടയിൽ 1 or 2 questions, നോട്ട് എ ബിഗ് ഡീൽ അല്ലെ? വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ, anyway that will be taken care of. Okay, don't worry. Okay, so around okay, and again നമ്മളൊരു ക്വിക്ക് ആയിട്ട് ഒരു 5 questions ഉള്ള ക്വിസ് കളിക്കാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ABC മാത്രം മെൻഷൻ ചെയ്താൽ മതി. റീഡ് ദ ക്വസ്റ്റ്യൻ വെൽ. എല്ലാം നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾ ലെസൺസിലുള്ള എക്സാമ്പിൾസ് നിന്ന് തന്നെ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ആപ്പിൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. ഐ നോ ഇറ്റ്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മെന്റേഴ്സ് പറയാറുണ്ടല്ലോ നിങ്ങളുടെ ഡൗട്ട്സ് എന്താ ചെയ്യേണ്ടത്. നിങ്ങളുടെ അധികം ആൾക്കാരുടെ വീട്ടിൽ എന്തായാലും ഒന്നിലധികം ഫോൺ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ലാപ്പിൽ ഓൺ ചെയ്യുക, ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അത് മെന്ററിന് അയക്കുക. അല്ലെങ്കിൽ ലാപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഫോൺ വെച്ച് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് പ്രൈവസി ഇഷ്യൂസ്. നിങ്ങളുടെ ആപ്പിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കാത്തത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആപ്പിൽ എടുക്കാൻ പറ്റില്ല. ആപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇസ് ഇറ്റ്? പറ്റുമല്ലോ. യാ, ആപ്പ് പറ്റും.
കുറച്ച് പേർക്ക് പറ്റും, കുറച്ച് പേർക്ക് പറ്റില്ല. ബട്ട് വൈ? പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റേഴ്സ്. നിങ്ങളുടെ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. വീഡിയോ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റില്ല. പറ്റും, അതാണ് എൻ്റെ ഒരു അറിവിൽ. എനിക്ക് ആപ്പിലേക്ക് ആക്സസ് ഇല്ല, ബിക്കോസ് ടെക്നിക്കൽ ടീമാണ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് കണക്ട് വിത്ത് യുവർ മെന്റേഴ്സ് ഫോർ ദ സെയിം. ഓക്കെ, യാ. സോ ലാപ്പിൽ പറ്റും എന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ്. ഞാൻ നെക്സ്റ്റ് വീക്ക് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി തന്നിട്ട് അശോക് സാർ അത് കുറച്ചും കൂടെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഇന്ന് ഐ തിങ്ക് അശോക് സാർ ഇസ് നോട്ട് ഹിയർ. അശോക് സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഡൗട്ട്സ് അശോക് സാർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. സോ ഡോണ്ട് വറി. ഓക്കെ, സോ വിൽ ക്വിക്ലി ഹാവ് an interactive quiz. So നിങ്ങൾ read the question well and just option മാത്രം മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. A, B, O, C എന്നുള്ള അശോക് സാർ പറഞ്ഞിട്ടുണ്ട് അല്ലെ ലാപ്പിൽ പറ്റില്ല എന്ന്. ഓക്കെ, ഫൈൻ. സോ ഒരു ഫോൺ വെച്ചിട്ട് മറ്റൊരു ഫോണിൽ നിങ്ങൾ അത് ഇത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്ററിന് വീക്ക് 2 വീക്ക്ലി അസസ്മെന്റിൽ ഇന്ന ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് പോർഷൻ ആണ് എന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ, വി ഹാവ് സൊല്യൂഷൻസ്. ഒന്നിനും ആരും ടെൻഷൻ അടിക്കണ്ട. You have a big team supporting you. Okay, so let's begin with the questions. First question. Place the adverb in the most appropriate spot within the sentence. This sentence le ഇവിടെ ഒരു sentence കൊടുത്തിട്ടുണ്ട്. The cat sat on the mat and the adverb you have to insert is right. Very good, very good. The cat sat right on the mat. Okay, okay. Good, good, good. Nice. Next question. The sentence is given in present tense. Please convert it into past tense. He plays soccer with his friends every weekend. You've got 3 options here. Please choose the right option. Okay, very good, very good, very good. Next question. Use the correct pronoun. The students dash passed the test were thrilled. Select the right pronoun. A, the students who passed the test were thrilled. Very good. Rewrite the statement as question. He likes ice cream. നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. Does, do and did. He likes ice cream എന്ന സെന്റൻസ് ഏത് ടെൻസിലാണുള്ളത്? He likes ice cream എന്നത് സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? Does he like ice cream? Why? എന്തുകൊണ്ടാണ് do he like ice cream ആവാത്തത്? Do is used with plural. He എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് does he like ice cream ആണ്. എന്തുകൊണ്ടാണ് did ആവാത്തത്? Did is for simple past. Okay, he likes ice cream. Okay, did he like the ice cream? In the answer എന്താണ് വരിക? He liked the ice cream. Okay, if the question was did he like the ice cream, the answer will be he liked the ice cream. Does സിംഗുലർ അല്ലേ? യെസ്, he സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഡെസ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് കുറച്ചും കൂടി ഇരുന്ന് ഇങ്ങനത്തെ ഒന്നും കൂടി ഒന്ന് തറോ ആക്കണം കേട്ടോ. ഡു, ഡെസ് ആൻഡ് ഡിഡ്. ഐ ഹോപ്പ് നിങ്ങളുടെ ഇതിന്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർഡ് ആണ് എന്ന് വിചാരിക്കുന്നു. സോ യെസ്, ദ റൈറ്റ് ആൻസർ ഇസ് എ, ഡസ് ഹി ലൈക്ക് ഐസ്ക്രീം. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ചൂസ് ദ റൈറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന ഇഡിയമിന്റെ മീനിങ് എന്താണ്? Yes, very good. Just describe something that is very easy. ചെയ്യാൻ എളുപ്പമുള്ള എന്തെങ്കിലും. That is my piece of cake എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ വളരെ ടീച്ചിങ് ഇംഗ്ലീഷ് ഇസ് മൈ പീസ് ഓഫ് കേക്ക്. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വാച്ചിങ് ഇംഗ്ലീഷ് സീരീസ് ഇസ് നോട്ട് മൈ പീസ് ഓഫ് കേക്ക്. അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് എന്ന് പറയാനും നമ്മൾക്ക് പീസ് ഓഫ് കേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യാ. So with that, we are winding up, and next week, that is week 3, you will be focusing more on reading and listening skills. നമ്മൾ സ്പീക്ക് ചെയ്യാൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണത്, നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ we need to have good reading and listening skills. So ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് week 3യുടെ ഉദ്ദേശം. ഇപ്പൊ നമ്മൾ ആൻഡ് കമ്പൈനിങ് ദീസ് സ്കിൽസ്. നമ്മളിപ്പോ ന്യൂസ് കാണുന്ന സമയത്ത് പലപ്പോഴും സ്ക്രീനിൽ എന്തെങ്കിലും വിഷ്വൽസ് കാണുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ താഴെ ഉള്ളത്, അല്ലെങ്കിൽ അതിലെ റിപ്പോർട്ടർ പറയുന്നത് കേൾക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഹെഡ്ലൈൻസ് വായിച്ചു പോകാറില്ലേ? മൾട്ടി ടാസ്കിങ് ചെയ്യാറില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ മലയാളം വളരെ ഫ്ലുവന്റ് ആയതുകൊണ്ട്. ഓക്കെ, സോ ഇംഗ്ലീഷിൽ ഈ 2 സ്കില്ലും കമ്പൈൻ ചെയ്ത് പഠിക്കും. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി ഇസ് ടു വാച്ച് വീഡിയോ വിത്ത് സബ്ടൈറ്റിൽസ് എന്നതാണ്. ഓക്കെ, സോ യാ, reading comprehension strategies, listening practice with basic dialogues ഒക്കെ ആയിരിക്കും നെക്സ്റ്റ് വീക്കിന്റെ ഫോക്കസ്.
And let me wind up by telling that practice daily because practice makes a man perfect. Okay? So നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കുക. ഇപ്പോ നിങ്ങൾ ഒരു 1 വീക്കിന്റെ ആക്ടിവിറ്റി മൊത്തം ഒരു ഡേ ഇരുന്ന് എഴുതുന്നത് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് 7 on 7 ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്. അത് നിങ്ങൾ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യില്ല. ബട്ട് ഡെയിലി 10 minutes എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ കൺസിസ്റ്റന്റ് ആയിരിക്കുക, പ്രാക്ടീസ് ഡെയിലി. ഓക്കെ, നിങ്ങൾ 7 hours ഒരു ഡേ ഇരിക്കുന്നതും പെർ ഡേ 1 hour ഇരിക്കുന്നതും ഇൻ ടേംസ് ഓഫ് ടൈം സെയിം ആണ്. ബട്ട് in terms of effectiveness, daily practice ചെയ്യുന്നതാണ്. Okay, നല്ലത്. So, and use new vocabulary and structures in everyday communication. Okay, and നിങ്ങളുടെ word of the day, idiom of the day, daily class എടുക്കുന്ന idiom of the day and word of the day നിങ്ങൾ daily ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ബൈ ടെക്സ്റ്റ് ചെയ്യുക. ആരോടെങ്കിലും ഒരു 5 minutes വിളിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ഡു ദാറ്റ്. വീട്ടിൽ തന്നെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡു ദാറ്റ്. ഓക്കെ, ഡെയിലി ഒരു 5 അല്ലെങ്കിൽ ഒരു 2-3 minutes എങ്കിലും നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ ടോട്ടലി യൂസ്ലെസ് ആവും. ഓക്കെ, ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് മറക്കുന്ന എന്താ, യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ മാത്സിലെ പല ഫോർമുലാസ് പെട്ടെന്ന് ചോദിച്ചാലും ഏരിയ ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ എന്താണ് റേഡിയസ് ഓഫ് സർക്കിളിന്റെ ഒക്കെ ഫോർമുലാസ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. വൈ വി ആർ നോട്ട് യൂസിങ് ഇറ്റ്. ആൻഡ് എ ജെന്റൽ റിമൈൻഡർ ടു ഓൾ ഓഫ് യു, please complete all assigned tasks, and also weekly assessment, weekly quiz is very important. Okay, please don't forget. കാരണം വീക്ക്ലി ക്വിസ് നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതിന് എനിക്കൊന്നും ഞാൻ നിങ്ങളുടെ ആരുടെയും സ്കോർ എടുത്ത് നോക്കണില്ല. നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ബിഗ് ടീം ഇസ് വർക്കിംഗ് ഹാർഡ് ഫോർ ദിസ്. സോ അതേ ഹാർഡ് വർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു. So with that, we are winding up. Thank you so much. See you all next week. Okay, bye. Take care.